വാർത്തകൾ ഉള്ളൊരു ദിവസമാണ്. ആദ്യം നമ്മൾ പോകുന്നത് അമേരിക്കയിൽ കൺസർവേറ്റീവ് പാർട്ടി അനുകൂലി വെടിയേറ്റ് കൊല്ലപ്പെട്ടു. മാധ്യമപ്രവർത്തകൻ കൂടിയായ ചാർലി കെർക്കാണ് കൊല്ലപ്പെട്ടത്. ഊട്ടാ വാലി യൂണിവേഴ്സിറ്റിയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ഈ സംഭവം. ചാർലി പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെയും കൊലപാതകം കണ്ട് കാണികൾ ഓടി രക്ഷപ്പെടുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. There were gunshots. Do you know where that came from? No idea. Does everyone know this campus? Oh, what do we do? What do we do? Oh my gosh. I think they understand that. Yeah, I don't know. What? Were you out there? Yeah. What was? There was like a gunshot. Was it like close to you guys? It was so loud. I have no clue where it came from. Are you? Yeah, I'm just like scared. Does anyone know what happened? There was a gunshot. അഭിലാഷ് രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അഭിലാഷ്, രാഷ്ട്രീയമായി നോക്കുമ്പോൾ ട്രംപുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അപ്പോൾ ആരാണ് ഈ ആക്രമണം നടത്തിയത്? ഈ അക്രമിയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ? യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള വ്യക്തിയാണോ? എന്താണ് നമുക്ക് ലഭ്യമാകുന്ന കൂടുതൽ വിവരങ്ങൾ? ആര്യ, അമേരിക്കയെ തന്നെ ഞെട്ടിച്ച, പ്രത്യേകിച്ച് കൺസർവേറ്റീവ് പാർട്ടിയെ വലിയ രീതിയിൽ ഞെട്ടിച്ച ഒരു സംഭവമാണ് ഇപ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പ് ഉണ്ടായിരിക്കുന്നത്. മാധ്യമപ്രവർത്തകൻ കൂടിയായ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു യുവ നേതാവ് കൂടിയായിട്ടുള്ള ചാർലി കെർക്ക്, 31 വയസ്സായിരുന്നു പ്രായം. ഈ ചാർലി കെർക്കിനെ കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പ് ഊട്ടാ വാലി യൂണിവേഴ്സിറ്റിയിലെ ഒരു പരിപാടിക്കിടെയാണ് ഒരു അജ്ഞാതൻ വെടിവെച്ച് കൊന്നത്. കഴുത്തിനാണ് ചാർലി കെർക്കിന് വെടിയേറ്റത്. തത്സമയം തന്നെ ചാർലി കെർക്ക് കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം വന്നു. അതായത് ഊട്ടാ വാലി യൂണിവേഴ്സിറ്റിയിലെ ഒരു പൊതുപരിപാടിയിൽ അവിടെ 3000-ഓളം കാണികൾക്ക്, വിദ്യാർത്ഥികളടങ്ങുന്ന 3000-ഓളം കാണികൾക്ക് മുന്നിൽ വെച്ചിട്ടാണ് ഇതേപോലെ ഈ ചാർലി കെർക്ക് വെടിയേറ്റത്. അതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഒരു സ്റ്റുഡൻറ്റ് പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ഈ ചാർലി കെർക്ക് വേദിയിലിരിക്കുന്നതും ഒരു ടെൻറ്റാണ്. ആ ടെൻറ്റിലിരിക്കുന്നതും അതിനുശേഷം കെർക്ക് കൊല്ലപ്പെട്ടതിന് ശേഷം ആളുകൾ ഭയന്ന്, കുട്ടികളടക്കം ഭയന്നിറങ്ങി ഓടുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ കൊലപാതകത്തിൽ ഒരു ക്ലോസ് റേഞ്ചിൽ നിന്നാണ് വെടിവെച്ചതെന്നറിയാം. ഒരു അല്പം ഉയരത്തിൽ നിന്നാണ് ബുള്ളറ്റ് കെർക്കിൻ്റെ കഴുത്തിലേക്ക് തുളച്ചതെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്നാൽ സംശയം തോന്നിയ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അയാളാണോ ഇത് ചെയ്തതെന്നുള്ള കാര്യത്തിൽ പോലീസിന് വ്യക്തതയില്ല. കറുത്ത ഡ്രസ്സ് ധരിച്ച ഒരാളാണ് കൊലപാതകത്തിന് പിന്നിൽ ള്ളതാണ് പോലീസിന്റെ സംശയം. അതുമായി ബന്ധപ്പെട്ട് ഒരാൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പക്ഷേ അയാളാണോ ഈ കൃത്യം ചെയ്തത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അത് വരും മണിക്കൂറുകളിൽ ആരാണ് ഇത് ചെയ്തെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരും. എന്തായാലും സംഭവത്തിൽ ഡൊണാൾഡ് ട്രംപ് തന്റെ ഞെട്ടൽ രേഖപ്പെടുത്തി. ഇത് ആരാണ് ചെയ്തതെന്നറിയില്ല. അമേരിക്കയും അതുപോലെ ചാർലി കെർക്കിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഞെട്ടിയ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ മാനിക്കുന്നതായിരുന്നു. അതുപോലെ ട്രംപിന്റെ വിജയത്തിന് വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ ചാർലി കെർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൺസർവേറ്റീവ് പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഇതിന്റെ പിന്നിൽ ആരാണ് എന്നുള്ള കാര്യത്തിൽ വരും മണിക്കൂറുകളിലെ വ്യക്തത ഉണ്ടാവും. ആര്യ. അഭിലാഷ്, അതേസമയം തന്നെ ഈ അമേരിക്കയിൽ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? നേരത്തെ ഈ കെർക്കിനെതിരായി ഈ സമീപ ദിവസങ്ങളിലൊക്കെ ഈ വിമർശനങ്ങൾ ശക്തമാവുകയോ അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇടങ്ങളിലടക്കം അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ശക്തമാകുന്ന ഒരു സാഹചര്യമോ ഒക്കെ ഉണ്ടായിരുന്നോ? ഈ കെർക്ക് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു യുവ നേതാവാണ്. ഡൊണാൾഡ് ട്രംപിന് വേണ്ടിയിട്ട് അനുകൂല പരാമർശങ്ങളും പ്രസംഗങ്ങളും സ്ഥിരമായി നടത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് എതിരാളികൾക്ക് ഇദ്ദേഹം ഒരു നോട്ടപ്പുള്ളി തന്നെയായിരുന്നു. കെർക്ക് 31 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവ നേതാവാണ്. അദ്ദേഹം പല വേദികളിലും, പ്രത്യേകിച്ച് സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ട്രംപിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ യുവാക്കൾക്കിടയിൽ വലിയ
രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളെന്ന നിലയിൽ എതിരാളികൾക്ക് വലിയ രീതിയിൽ കെർക്കിനോട് പ്രശ്നമുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മറ്റ് എതിർ പാർട്ടിക്കാരെങ്കിലും ചെയ്തതാവാനുള്ള ഒരു സാധ്യത, ഈ കൊലപാതകത്തിന് പിന്നിൽ എതിർ പാർട്ടിക്കാരോ അല്ലെങ്കിൽ പലസ്തീൻ അനുകൂലികളായിട്ടുള്ള ആളുകളോ ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതേസമയം തന്നെ ട്രംപുമായിട്ട് കെർക്കുമായിട്ട് വ്യക്തിവൈരാഗ്യമുള്ള ആരെങ്കിലുമാണോ ഇതിന്റെ പിന്നിലെന്നും അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്നുള്ള കാര്യത്തിൽ ആണ് ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി ഉറച്ചു നിൽക്കുന്നത്. ട്രംപിൻ്റെ കൺസർവേറ്റീവ് പാർട്ടിയുടെ എതിരാളികളായിട്ടുള്ള ആളുകൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട യുവ നേതാവിനെ കൊല്ലാൻ വേണ്ടി ചെയ്ത ഒരു കൃത്യം തന്നെയായിട്ടാണ് ഇതിനെ അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഈ കാര്യത്തിലുണ്ടാവും. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം ഈ കൊലപാതകത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇതൊരു കോളേജിൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് നടന്നൊരു കൊലപാതകം. ഇത് കണ്ടുനിന്നതെല്ലാം കുട്ടികളാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാവും. 15-ാം തീയതി വരെ യൂട്ടാ വാലി യൂണിവേഴ്സിറ്റി ഈ ഒരു സംഭവത്തിന് പിന്നാലെ അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കും. ഇതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത് കൃത്യമായി പുറത്തുവരും. അത് രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് തന്നെയാണ് അവരുടെ പ്രാഥമിക നിഗമനം. ഇതിന് പിന്നിൽ പലസ്തീൻ അനുകൂലികളാണോ അല്ലെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടിയെ എതിർക്കുന്നവരാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അത് അന്വേഷണത്തിൽ കൃത്യമായി പുറത്തുവരും. അതിൽ എന്തെങ്കിലും രീതിയിൽ കെർക്കുമായി ബന്ധപ്പെട്ട് വ്യക്തിവൈരാഗ്യമുള്ള ആണാണോ എന്നുള്ള കാര്യത്തിലും വരും മണിക്കൂറുകളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അഭിലാഷ്, എന്തായാലും യുവജനങ്ങളുടെ ഹൃദയം അറിഞ്ഞയാൾ എന്നാണ് US പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ ചാർലി കെർക്കിനെ അനുസ്മരിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് യുവജനങ്ങൾക്കിടയിലടക്കം, അദ്ദേഹം ഒരു കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയിലടക്കം അദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയായിരുന്നു? നല്ലൊരു വാഗ്മിയായിരുന്നു ചാർലി കെർക്ക്. 31 നമുക്കറിയാം, 31-ാം വയസ്സിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അധികാരത്തിലെത്തിക്കാൻ മുഖ്യ പങ്ക് വഹിക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തുമാത്രം യുവജനങ്ങൾക്കിടയിൽ ഈ ചാർലി കെർക്കിന് ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം അത്രയധികം രീതിയിൽ സംസാരിക്കാനും കോളേജുകൾ തോറും സ്കൂളുകൾ തോറും കുട്ടികളോട് സംസാരിക്കാനും അതിൽ കൺസർവേറ്റീവ് പാർട്ടിയെക്കുറിച്ച് അവരോട് കാര്യങ്ങൾ പങ്കുവയ്ക്കാനും അവരുടെ കാര്യങ്ങൾ ഈ കുട്ടികൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കേൾക്കുന്നതിനുമൊക്കെ ചാർലി കെർക്ക് വലിയ രീതിയിലുള്ള പങ്ക് വഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചാർലി കെർക്കിൻ്റെ ഈ മരണ വാർത്തകളിൽ എല്ലാം പ്രധാനപ്പെട്ട വരുന്ന വാർത്ത, ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപിനെ അധികാരത്തിലെത്തിക്കാൻ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി എന്നുള്ളതാണ്. അതായത് 31-ാം വയസ്സിൽ ഒരു ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരാളെ അധികാരത്തിലെത്തിക്കാൻ അതിന് കഴിവുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അത്രയും ഇമ്പാക്റ്റുള്ള അത്രയും കഴിവുള്ള ഒരാളായിരുന്നു ചാർലി കെർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആവാം ഒരുപക്ഷെ ചാർലി കെർക്കിനെ എതിരാളികൾ ലക്ഷ്യം വെച്ചത്. ഇപ്പോൾ കോളേജുകളിലും ഇപ്പോൾ ചാർലി കെർക്ക് സംസാരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് ചാർലി കെർക്കിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കാനും 3000-ഓളം കുട്ടികൾ ഒരു കോളേജിൽ തടിച്ചു കൂടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമുക്കറിയാം, ഒരാളുടെ പ്രസംഗം കേൾക്കാൻ പ്രത്യേകിച്ച് കോളേജ് കുട്ടികളും സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ എത്തണമെങ്കിൽ അവർക്കിടയിൽ അത്രയും അറിവുള്ള ഒരാളായിരിക്കണം, ഈ ആളുകൾക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളായിരിക്കണം. ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും ആളുകൾക്ക് മുന്നിൽ അയാൾ വെടിയേറ്റ് കൊല്ലപ്പെടുന്നു. അപ്പോൾ ഈ ചാർലി കെർക്ക് എന്ന് പറയുന്ന ആളുടെ വളർച്ച അവിടെ എതിരാളികൾ ഭയക്കുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ ആവാം ഒരുപക്ഷെ ഇത്തരത്തിലൊരു കൊലപാതകം, ഹീനിയസ് ആയിട്ടുള്ള ഒരു കൊലപാതകം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് അടക്കം ഇത്തരത്തിലൊരു കൊലപാതകത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം വലിയ രീതിയിലുള്ള ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് വിമർശനം ഉന്നയിച്ചതും ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ആരാണെന്നുള്ളത് എത്രയും വേഗം കണ്ടുപിടിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ കുറിച്ചത്. ആര്യ, തീർച്ചയായും. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും അമേരിക്കയിലെ കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റും അതേസമയം തന്നെ ട്രംപിന്റെ ഏറ്റവും വലിയ അനുകൂലിയും അനുയായിയുമായ മാധ്യമ പ്രവർത്തകനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നതാണ് അവിടെ ഇപ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യത്തെ ഏറെ സങ്കീർണമാക്കുന്നത്. ആരാണ് ഈ ആക്രമണം നടത്തിയത് എന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഒരു യൂണിവേഴ്സിറ്റിയിൽ, ഉട്ടാവാല യൂണിവേഴ്സിറ്റിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കെയാണ്, വിദ്യാർത്ഥികൾക്ക് മുൻപിൽ വെച്ചാണ് ചാർലി കെർക്ക് വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് എന്നതാണ് സാഹചര്യം. എന്തായാലും അമേരിക്കയെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകമായി മാറിയിരിക്കുകയാണ്. അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ, യമനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മരണസംഖ്യ ഉയരുന്നു. ആക്രമണത്തിൽ 35 പേർ കൊല്ലപ്പെട്ടു, 131 പേർക്ക് പരിക്കേറ്റു. യമൻ തലസ്ഥാനമായ സനയിലും അൽ ജാഫ് ഗവർണറേറ്റിലുമാണ് ആക്രമണം ഉണ്ടായത്.
റാമോൺ വിമാനത്താവളത്തിൽ ഹൂതികൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായാണ് ഈ ആക്രമണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. അതിനിടെ ഹമാസ് നേതാക്കളെ ഉന്നമിട്ട് വീണ്ടും ആക്രമണം ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ച് ഇസ്രായേൽ രംഗത്തെത്തി. ദോഹ ആക്രമണത്തിൽ രക്ഷപ്പെട്ടവരെ പിടികൂടുമെന്നാണ് മുന്നറിയിപ്പ്. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഖത്തറിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ യമൻ തലസ്ഥാനമടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇതിനു മുമ്പും യമൻ കേന്ദ്രീകരിച്ചും ഹൂതി കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുമൊക്കെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുള്ളതാണ്. അതിൽ പുതുമയുള്ള കാര്യമല്ല. പക്ഷേ ഇതിപ്പോൾ ആക്രമണം കൂടുതൽ വ്യാപിപ്പിക്കുന്നു, കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇസ്രായേൽ എന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്ന കാര്യം, അല്ലേ? ആര്യ, അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് തങ്ങളെ ആക്രമിച്ചാൽ അവരെ ഒരു തരത്തിലും വെറുതെ വിടില്ല എന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഇസ്രായേൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം ദോഹ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനു മുമ്പ് ജെറുസലേമിൽ ഇത്തരത്തിൽ ഈ ഒരു അറ്റാക്ക് ഈ ഒരു ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിരുന്നു, ഹമാസിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിരുന്നു. അതിനുള്ളൊരു തിരിച്ചടി കൂടിയായിരുന്നു ഈ ദോഹയിലെ അറ്റാക്കിനെ അവർ വിശേഷിപ്പിക്കുകയും ചെയ്തത്. അതേ രീതിയിൽ തന്നെയാണ് റാമോൺ വിമാനത്താവളത്തിൽ ഹൂതികളുടെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു. ആ അറ്റാക്കിനുള്ള മറുപടിയായാണ് ഈ യമൻ തലസ്ഥാനത്തേക്ക് അവർ ബോംബ് വർഷം നടത്തുകയും ചെയ്തു. അതിൽ ഏകദേശം 35ഓളം പേർ ഇതുവരെ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 130-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടുള്ള ഔദ്യോഗിക വിവരങ്ങളാണ് യമൻ എംബസി അറിയിക്കുകയും ചെയ്യുന്നത്. വിദേശകാര്യ മന്ത്രാലയം അത് സംബന്ധിച്ചുള്ള കണക്കുകൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പേർ ഇപ്പോഴും ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ, അതായത് നിരവധി കെട്ടിടങ്ങൾ ഈ ബോംബാക്രമണത്തിൽ തകർന്നു വീണിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ, അതായത് തെക്ക് പടിഞ്ഞാറുള്ള 60-ാം സ്ട്രീറ്റിലെ ഒരു ആശുപത്രി കെട്ടിടം പൂർണ്ണമായും തകർന്നു വീണു. ഒപ്പം തന്നെ അൽജാവ് ഒരു സർക്കാർ കോമ്പൗണ്ട് എന്നിവിടെ ഉൾപ്പെടെയുള്ള സിവിലൻ റെസിഡൻഷ്യൽ മേഖലകളിലും ആക്രമണം നടന്നതായിട്ട് മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സനയിലെ അൽസിത്തീൻ സ്ട്രീറ്റിലെ ഒരു മെഡിക്കൽ സെന്ററിനെ ഇസ്രായേൽ ജെറ്റുകൾ ലക്ഷ്യമിട്ടതായും യമൻ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് വ്യാപകമായിട്ടുള്ള ആക്രമണം, പ്രത്യേകിച്ച് നമുക്കറിയാം യമനിൽ നേരത്തെയും സമാനമായ ആക്രമണങ്ങൾ ഹൂതികളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയിരുന്നു. ഇത് ഇപ്പോഴും സമാനമായ ആക്രമണം തന്നെയാണ് ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ, പ്രത്യേകിച്ച് ഹൂതികളുടെ അവർക്ക് നിയന്ത്രണമുള്ള മേഖലകളിൽ തന്നെയാണ് ഈ ആക്രമണം നടന്നതെങ്കിൽ പോലും തന്നെ മറ്റിടങ്ങളിൽ, അതായത് മറ്റ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കൂടി അധിവസിക്കുന്ന മേഖലയിൽ കൂടിയാണ് ഇത്തവണ ആക്രമണം നടന്നതെന്നാണ് പ്രത്യേകത എന്നുള്ളതാണ്. ഹൂതികളുടെ ക്യാമ്പുകൾ, ഒപ്പം തന്നെ ഹൂതികളുടെ സൈനിക പബ്ലിക് റിലേഷൻസ് ആസ്ഥാനം, ഇന്ധന സംഭരണ കേന്ദ്രം എന്നിവ ഇസ്രായേൽ ലക്ഷ്യമിട്ടതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അതായത് ഇതൊരു തുടക്കം മാത്രമാണ് എന്നുള്ളതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്യുന്നത്. തങ്ങളെ ആക്രമിച്ചാൽ അത് ആരായാലും അവരെ ഒരു തരത്തിലും വിടില്ല, അവരെ പിന്തുടർന്ന് ആക്രമിക്കുന്ന ശൈലി അത് തുടരുകയും ചെയ്യുമെന്നുള്ളതാണ് യമനിലെ അറ്റാക്കിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. നമുക്കറിയാം ഈ ദോഹയെ ഈ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതിന് ഒരു ദിവസത്തിൽ തൊട്ടു പിന്നാലെയാണ്, അതായത് ലോകരാജ്യങ്ങളൊക്കെ അപലപിച്ച് ഇസ്രായേലിനെതിരെ രംഗത്ത് വരുന്നൊരു പശ്ചാത്തലം, GCC അടക്കം സംയുക്തമായി തന്നെ അപലപിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം, ഇസ്രായേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ആ ഇടയിൽ തന്നെയാണ് യമനിലെ തലസ്ഥാനത്തേക്ക് ഇത്രയും വലിയൊരു ആക്രമണം നടത്താൻ ഇസ്രായേൽ തുനിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് മിഥുൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഖത്തറിന്റെ പരമാധികാരത്തെ മാനിക്കാതെ ഇപ്പോൾ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണം, അതിനെ ലോകരാജ്യങ്ങളെല്ലാം ഒന്നടങ്കം ഒരേപോലെ അപലപിക്കുന്നത് നമ്മൾ കണ്ടതാണ്, പ്രതിഷേധം അറിയിക്കുന്നത് കണ്ടതാണ്. UN പോലും ഈ വിഷയത്തിൽ ഇസ്രായേലിനെ കടുത്ത ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചത്. ഈ സമാധാന ശ്രമങ്ങൾക്കെല്ലാം എതിരായി, അതിനോടൊന്നും ഒരു അയവും കാണിക്കാതെ, അതിനെ ഒന്നും മാനിക്കാതെ മുന്നോട്ട് പോകുന്ന ഇസ്രായേലിന്റെ ഈ നീക്കത്തെ വളരെ ശക്തമായ ഭാഷയിലാണ് UN അടക്കം വിമർശിച്ചത്. പക്ഷേ ഈ വിമർശനങ്ങളോ മറ്റ് വിമർശനങ്ങളും കാര്യങ്ങളും ഒന്നും വകവെക്കാതെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇസ്രായേൽ, രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നല്ലേ ഇസ്രായേലിന്റെ ഈ യമൻ അടക്കമുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും, കാരണം അങ്ങനെ തന്നെയാണ്. അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ദോഹയിൽ നടത്തിയ അറ്റാക്കിൽ രക്ഷപ്പെട്ടിട്ടുള്ള ഹമാസ് നേതാക്കളെ ഞങ്ങൾ വെറുതെ വിടില്ല, അതിൽ രക്ഷപ്പെട്ടവരെ പിന്തുടർന്ന് കൊലപ്പെടുത്തുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. US-ലെ ഇസ്രായേൽ അംബാസഡറാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു സ്വകാര്യ ചടങ്ങിൽ, US-ൽ നടന്നൊരു സ്വകാര്യ ചടങ്ങിലാണ് ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നടക്കുകയും ചെയ്തത്. അതായത് തങ്ങൾ മുൻകൂട്ടി തന്നെ നിശ്ചയിച്ച പ്രകാരമാണ് ഇസ്രായേൽ
ഇത്തരത്തിൽ ദോഹയിൽ അറ്റാക്ക് നടത്തിയത്. അത് കൃത്യമായി US-നെ അറിയിക്കുകയും ചെയ്തതാണ്. ഇക്കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപിന് ചില അതൃപ്തിയുള്ളതായിട്ടുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇത് ഖത്തറിനെ അറിയിച്ചില്ല എന്നുള്ളതാണ്, ഈ വിവരം ഖത്തറിനെ അറിയിച്ചില്ല എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിനെ ഇത്തരത്തിൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. കാരണം അമേരിക്കയും ഒപ്പം തന്നെ ഖത്തറുമായി വളരെ ഊഷ്മളമായ ബന്ധമുണ്ട്. ഖത്തറിലാണ് US-ന്റെ പ്രധാനപ്പെട്ട സൈനിക താവളമുള്ളത്. അതുകൊണ്ട് തന്നെ ഏഷ്യയിലെ തന്നെ പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സൈനിക താവളമുള്ളത് ഇത്തരത്തിൽ ഖത്തറിലാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു നയതന്ത്ര തലത്തിൽ തന്നെ വലിയ രീതിയിൽ വഷളാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാം എന്ന സൂചനകൾക്കിടയിൽ കൂടിയാണ് ട്രംപ് ഇസ്രായേലിനെ തള്ളാതെയും കൊള്ളാതെയും രീതിയിലുള്ള ചില പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഖത്തർ അമീറുമായി ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചപ്പോൾ ഇനിയൊരു ആക്രമണം ഇതേ രീതിയിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതിനിടയിൽ നമ്മൾ ചേർത്ത് വായിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം, ഈ വിഷയം കൃത്യമായി ഇസ്രായേൽ US-നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ഡൊണാൾഡ് ട്രംപുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു പച്ചക്കൊടി ലഭിച്ചതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു ആക്രമണത്തിന് ഇസ്രായേൽ എന്തായാലും മുതിർന്നെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ള അത് ഒരു വശത്ത് നിലനിൽക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, തങ്ങളെ ആക്രമിച്ചാൽ അത് ആരായാലും വെറുതെ വിടില്ല എന്ന തീരുമാനത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഒരുപക്ഷെ മറ്റു രാജ്യങ്ങൾ ഇത്രയും അധികം വിമർശനം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം, പ്രത്യേകിച്ച് ഗാസയിൽ കഴിഞ്ഞ 2 വർഷമായി രക്തച്ചൊരിച്ചിൽ ഇങ്ങനെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഇത്രയും വലിയ വിമർശനം ഇസ്രായേലിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. GCC ഒന്നടങ്കം ഇസ്രായേലിനെതിരെ രംഗത്ത് വരുന്നത് ഇത് ആദ്യമായി എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. എന്നിട്ട് പോലും യമൻ അറ്റാക്ക് ചെയ്യാൻ ഇസ്രായേൽ മുതിർന്നിട്ടുണ്ട് എങ്കിൽ ഒരു തരത്തിലും ഇതിലൊന്നും ഈ വിമർശനങ്ങൾക്കോ അല്ലെങ്കിൽ ഇത്തരത്തിൽ തിരിച്ചടി നൽകുമെന്നുള്ള പേടിപ്പെടുത്തലിലോ ഭയപ്പാടിലോ ഒന്നും തന്നെ ഭയപ്പെടാൻ ഇസ്രായേൽ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അറ്റാക്കുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്. ഹമാസിനെയും ഒപ്പം തന്നെ ഹൂതികളെയും ഒരേപോലെ രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ട്, അതായത് ഇനി തങ്ങളെ ആക്രമിച്ചാൽ അതിന് ഇനി ഇതിലും വലിയ രൂക്ഷമായ മറുപടിയായിരിക്കും നൽകാൻ പോകുന്നത്. അത് പ്രത്യേകിച്ച് ഈ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിലൂടെ അവർ മുന്നറിയിപ്പ് നൽകുന്നത് ഇവരെ സംരക്ഷിച്ചാൽ, പ്രത്യേകിച്ച് യമൻ ഹൂതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങൾ, GCCയിലെ പല രാജ്യങ്ങൾ, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹൂതികളെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സംഘടനകളെ സപ്പോർട്ട് ചെയ്യരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇതിലൂടെ ഇസ്രായേൽ വെച്ചു പുലർത്തുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഖത്തറിന് നേരെ ഉണ്ടായ ആക്രമണമാണ് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ആശങ്കയോടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. അപ്പോൾ നേരത്തെ ഈ ആക്രമണം നടന്നതിന് ശേഷവും മധ്യസ്ഥത വഹിക്കാം, അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ഖത്തർ അറിയിച്ചിരുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ ഈ ഭീഷണി വന്നിട്ടുള്ളത്. ഇനിയും ആക്രമണം നടത്തും, ഖത്തറിന് നേരെയാണെങ്കിലും ഇനിയും ആക്രമണം നടത്തും എന്നുള്ള ഭീഷണി മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇനിയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ, ഖത്തർ അടക്കം മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങളുടെ നിലപാട് എന്താകും? മധ്യസ്ഥതയിൽ നിന്ന് അവർ പിന്നോട്ട് പോകുമോ? അപ്പോൾ ഈ വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ ഗാസയിൽ ഒരു സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ള ചർച്ച അത് എങ്ങുമെത്താതെ പോകും എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ അമേരിക്കയ്ക്ക് പുറമെ മധ്യസ്ഥ ചർച്ചകൾക്ക് വഴിയൊരുക്കിയത് ഖത്തറായിരുന്നു. ഖത്തർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതിൽ കടുത്ത അതൃപ്തി നേരത്തെ തന്നെ US രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകരുത് എന്നുള്ള അഭ്യർത്ഥന ഖത്തർ അമീറുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെക്കുകയും ചെയ്തു. കാരണം ഈ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാതെ മുന്നോട്ട് പോയാൽ ഈ ഇസ്രായേൽ നടത്തുന്ന ഈ രക്തച്ചൊരിച്ചിൽ ഇങ്ങനെ അനന്തമായി നീണ്ടുകൊണ്ട് പോവുകയും ചെയ്യും. അത് പ്രത്യേകിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ച് അത് അവരുടെ വരുതിയിലേക്ക് വരാൻ സഹായിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. കാരണം മറ്റിടങ്ങളിൽ ഏകദേശം 80% പ്രദേശം, ഗാസയിലെ പ്രദേശം ഇപ്പോഴും ഇസ്രായേലിന്റെ അധീനതയിലാണ്. 20% പ്രദേശം മാത്രമാണ് ഇനി പിടിച്ചടക്കാൻ ബാക്കിയുള്ളത്. ആ മേഖലയിലേക്ക് കൂടി കടന്നു കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഗാസ സിറ്റി പൂർണ്ണമായും പിടിച്ചടക്കുമെന്നുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആ ഒരു മുന്നറിയിപ്പ് അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഖത്തർ ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് മുന്നിലുണ്ട് എങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ അനന്തമായി നീങ്ങി, അതായത് ഈ ഇസ്രായേലിന്റെ ലക്ഷ്യം അത് ലക്ഷ്യം കാണാതെ പോവുകയും ചെയ്യും. അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് ഹമാസിനെ വേരോടെ പിഴുതെറിയുക എന്നുള്ളതാണ്. ഹമാസിനെ നിരുപാധികം കീഴടക്കി ആയുധം താഴെ വെപ്പിച്ച് അവരെ മുഴുവൻ നേതാക്കളെയും കൊലപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാകാം ഇത്തരത്തിലൊരു നീക്കം. പ്രത്യേകിച്ച് ഖത്തർ
പോലൊരു രാജ്യത്തേക്ക് ഒരു ആക്രമണം നടത്താൻ, പ്രത്യേകിച്ച് ഹമാസിന്റെ നേതാക്കൾ അവിടെ ഈ മധ്യസ്ഥ ചർച്ചയ്ക്കായി എത്തുമ്പോൾ അങ്ങനെ ഒരു ആക്രമണം നടത്താൻ എന്തായാലും ഇസ്രായേൽ തുനിഞ്ഞതെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അനന്തമായി ഇങ്ങനെ നീണ്ടുപോകാൻ തന്നെയാണ് ഈ ഒരു ചർച്ചകൾ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. 60 ദിവസത്തെ വെടിനിർത്തൽ കരാർ അടക്കമായിരുന്നു US മുന്നോട്ട് വെച്ചിരുന്നത്. ആ കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളായിരുന്നു ഖത്തറിൽ നടക്കേണ്ടിയിരുന്നത്. പക്ഷേ അതൊക്കെ ഇനി എപ്പോൾ നടക്കും, അല്ലെങ്കിൽ അതിനി ആര് മധ്യസ്ഥത വഹിക്കും, അല്ലെങ്കിൽ ഖത്തർ വീണ്ടും മധ്യസ്ഥതയ്ക്ക് തയ്യാറാകുമോ, ഇസ്രായേലുമായി ഒരുമിച്ചൊരു മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു ചർച്ചയ്ക്കുള്ള സ്കോപ്പ് ഇപ്പോൾ അവസാനിച്ചു എന്ന് കരുതേണ്ടിയിരിക്കുന്നു. യെസ്, തീർച്ചയായും ജി മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കിപ്പം ചേർത്തത്. എന്തായാലും പശ്ചിമേഷ്യ കൂടുതൽ കലുഷിതമാകുകയാണോ എന്ന വലിയ ആശങ്കയാണ് നമുക്ക് മുന്നിൽ ഉള്ളത്. വിശ്വാസ വോട്ടെടുപ്പിൽ പ്രധാനമന്ത്രി ഫ്രാൻസ്വാ ബേറോ പരാജയപ്പെട്ടതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് പിന്നാലെ ഫ്രാൻസിൽ പ്രക്ഷോഭം. എല്ലാം തടയുക എന്ന മുദ്രാവാക്യം മുഴക്കി ആയിരങ്ങളാണ് തെരുവിലിറങ്ങി പ്രതിഷേധിച്ചത്. പ്രകടനക്കാർ പോലീസുമായി ഏറ്റുമുട്ടുകയും പാരീസിലും മറ്റ് നഗരങ്ങളിലും റോഡുകൾ തടയുകയും തീയിടുകയും ചെയ്തു. പൊതു അവധികൾ വെട്ടിക്കുറയ്ക്കുന്നതും പെൻഷനുകൾ മരവിപ്പിക്കുന്നതും ഉൾപ്പെടെയുള്ള കർശനമായ സാമ്പത്തിക അച്ചടക്ക നടപടികൾ പ്രഖ്യാപിച്ചതാണ് പ്രതിഷേധങ്ങൾക്ക് കാരണമായത്. പരാജയത്തിന് തൊട്ടു പിന്നാലെ ഫ്രാൻസ്വാ ബേറോ രാജിവെച്ചിരുന്നു. റഷ്യൻ ഡ്രോണുകൾ നാറ്റോ അതിർത്തി കടന്നെത്തിയതിൽ യൂറോപ്പിലെമ്പാടും വലിയ ആശങ്ക. അതിർത്തി കടന്നെത്തിയ 19 ഡ്രോണുകൾ പോളണ്ട് വെടിവെച്ചു വീഴ്ത്തി. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ യൂറോപ്പ് എന്ന ആശങ്ക ഇതോടെ കൂടുതൽ ശക്തമായി. MG മിഥുൻ നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും ചേരുകയാണ്. മിഥുൻ, അന്താരാഷ്ട്ര നിയമങ്ങൾ പോലും ലംഘിച്ചുകൊണ്ടാണോ റഷ്യ മുന്നോട്ട് പോകുന്നത്? എത്രത്തോളം വലിയ ആശങ്കയാണ് മുന്നിലുള്ളത്? ആര്യ, മറ്റൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് യൂറോപ്പ് നീങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കാരണം പ്രത്യേകിച്ച് 1949 നാറ്റോ ആർട്ടിക്കിൾ 4 കരാർ അത് ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. റഷ്യ അത് പക്ഷേ അംഗീകരിച്ചിട്ടില്ല. ഇങ്ങനൊരു ആക്രമണം തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് റഷ്യ പറയുന്നതെങ്കിൽ പോലും തന്നെ കൃത്യമായി പോളണ്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് 19 ഡ്രോണുകൾ പറക്കുകയും ഒപ്പം തന്നെ അത് വെടിവെച്ച് വീഴ്ത്താൻ സാധിച്ചു എന്ന് ആണ് പോളണ്ട് ആരോപിക്കുകയും ചെയ്യുന്നത്. പക്ഷേ നമുക്കിതിൽ ചേർത്ത് വായിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. അടുത്തിടെ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഫ്രാൻസും ഒപ്പം തന്നെ ജർമ്മനിയും ചില സുപ്രധാന നിർദ്ദേശം അവിടുത്തെ ആശുപത്രികൾക്ക് നൽകിയത്. കാരണം 2026 ഒരു യുദ്ധത്തിലേക്ക് തയ്യാറായിരിക്കണം, യുദ്ധത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് സജ്ജരായിരിക്കണം. പ്രത്യേകിച്ച് ഈ യൂറോപ്പ് കേന്ദ്രീകരിച്ച ഒരു യുദ്ധമുണ്ടായാൽ അതിൽ ഈ സൈനികരെ ചികിത്സിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആശുപത്രികൾ സജ്ജമായിരിക്കേണ്ടത് ഫ്രാൻസിലും ജർമ്മനിയിലുമാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ തുടങ്ങണമെന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു നൽകുകയും ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെ ഒരു ആക്രമണം റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 19 ഡ്രോണുകളാണ് പോളണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതെല്ലാം മുഴുവൻ തകർക്കാൻ പോളണ്ടിനെ സംബന്ധിച്ച് സാധിക്കുകയും ചെയ്തു. മറ്റൊന്ന്, നാറ്റോയുടെ ഒരു പ്രഖ്യാപിത നയമുണ്ട്. അതായത് നാറ്റോ രാജ്യങ്ങളെ ആക്രമിച്ചാൽ അത് ആ രാജ്യങ്ങൾ മുഴുവൻ ആരാണോ അറ്റാക്ക് ചെയ്തത് അവരെ ആ രാജ്യങ്ങൾ മുഴുവൻ ചേർന്നുകൊണ്ട് തിരിച്ചടിക്കുന്ന ഒരു സമീപനം ഉണ്ടാകുമെന്നുള്ളതാണ് നാറ്റോയുടെ ഒരു പ്രഖ്യാപിത നയം. ആ നയം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ യൂറോപ്പ് മറ്റൊരു സമാനമായ സാഹചര്യത്തിലേക്ക് പോകുമോ, അല്ലെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിത്തിരിയുമോ ഈ ഒരു സംഘർഷങ്ങൾ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടിയിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു കരാറിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കരാറാണ് ഇപ്പോൾ റഷ്യ ലംഘിച്ചിരിക്കുന്നതെന്നൊരു ആരോപണം ശക്തമാവുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, നമുക്കറിയാം 2014 യുക്രൈനിലേക്ക് റഷ്യ ആദ്യ ആക്രമണം നടത്തുകയും പിന്നീട് ക്രിമിയ പിടിച്ചെടുക്കുകയും ചെയ്തത്. പിന്നീട് 2022 വീണ്ടും ഒരു അറ്റാക്ക് യുക്രൈനു നേരെ റഷ്യ ആരംഭിക്കുന്നത്. അത് റഷ്യയെ ചൊടിപ്പിച്ചത് നാറ്റോ അംഗത്വം എടുക്കുന്നതിന് വേണ്ടിയുള്ള യുക്രൈൻ്റെ ശ്രമമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമമാണ് മറ്റൊരു സംഘർഷത്തിലേക്കും പിന്നീട് ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്കും ഒരു യുദ്ധത്തിലേക്കും വഴിവെക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. 2022 മുതൽ ആരംഭിച്ച ആ യുദ്ധം ഇപ്പോഴും അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ
അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം പല കോണുകളിലും നിന്നും ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും തന്നെ അതൊന്നും തന്നെ എങ്ങും എത്താത്ത സ്ഥിതിവിശേഷമുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം അലാസ്കയിൽ നടന്ന ആ ചർച്ചയിൽ ട്രംപും പുടിനുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഒരു പ്രതീക്ഷയുടെ കണിക ബാക്കിയുണ്ടായിരുന്നു. ഉടൻ തന്നെ ഈ സമാധാന ഉടമ്പടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും, യുദ്ധം ഉടൻ അവസാനിക്കുമെന്നൊക്കെയായിരുന്നു കരുതിയെങ്കിൽ പോലും തന്നെ പിന്നീട് അതൊക്കെ വഴിവിട്ടു പോകുന്നതാണ് നമ്മൾ കാണുകയും ചെയ്തത്. കാരണം ഈ ചർച്ചകളിലേക്ക് പിന്നീട് കാര്യങ്ങൾ നീങ്ങിയില്ല എന്നതാണോ സാഹചര്യം? തീർച്ചയായും അതുപോലെ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യ ചർച്ചകൾ നടന്നത് അലാസ്കയിൽ ട്രംപിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പുടിൻ എത്തുന്നു. അവിടെ കൃത്യമായി ചർച്ചകൾ നടക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് 10 വർഷത്തിന് ശേഷമായിരുന്നു US-ലേക്ക് പുടിൻ എത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അലാസ്കയിൽ ഒരു ചരിത്രമുറങ്ങുന്ന മണ്ണിൽ നടത്തിയ ആ ഒരു ചർച്ച എങ്ങും എത്താതെ പോയി എന്ന് നമുക്ക് അന്ന് അനുമാനിക്കാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ പിന്നീട് രണ്ടാമത് അന്ന് തന്നെ ട്രംപിനെ പുടിൻ റഷ്യയിലേക്ക് ക്ഷണിച്ചിരുന്നു. ഈ രണ്ടാം ഘട്ട ചർച്ച ഇത് സംബന്ധിച്ച് ചർച്ചകൾ മോസ്കോയിൽ വെച്ച് നടത്താമെന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു പുടിൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. പക്ഷേ തങ്ങളെ 3 വർഷക്കാലമായി ഇത്രയും അധികം രീതിയിൽ രക്തച്ചൊരിച്ചിലുണ്ടാകുകയും ഞങ്ങളുടെ സൈനികരെ നിരവധി പേരെ നഷ്ടപ്പെടുകയും ഒപ്പം തന്നെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്ത ഒരു രാജ്യത്തേക്ക് ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാട് വ്ളാഡിമിർ സെലൻസ്കി സ്വീകരിച്ചതാണ് ട്രംപിനെ അത് ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്തത്. മറ്റൊന്ന്, ഇതിൻ്റെ ഒരു സമവായ നീക്കം എന്ന രീതിയിൽ ഒരു തരത്തിലും മോസ്കോയിലേക്ക് പോകാൻ സാധിക്കില്ല ഈ ചർച്ചകൾക്കായി. അതുകൊണ്ട് തന്നെ മറ്റൊരിടത്തിലേക്ക്, പ്രത്യേകിച്ച് ഹംഗറി പോലുള്ളൊരു രാജ്യത്തിലേക്ക് ഈ ഒരു ചർച്ചകൾ നടത്താം, അതിന് മധ്യസ്ഥ വഹിക്കാം ഡൊണാൾഡ് ട്രംപ്. അങ്ങനെ ഒരു ത്രികക്ഷി സമ്മേളനം നടത്തിക്കൊണ്ട് ഇതിലൊരു പരിഹാരം കാണാമെന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു, ഒരു സമവായ നീക്കം എന്ന രീതിയിൽ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. പക്ഷേ അതിൽ നിന്ന് ഒട്ടും അടുക്കാതെ വ്ളാഡിമിർ പുടിൻ അതിൽ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കാതെ പിന്നോട്ട് പോയതാണ് ഈ ചർച്ചകളൊക്കെ വഴിമുട്ടുകയും ചെയ്തതെന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ ആക്രമണം യുക്രൈന് നേരെ റഷ്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ഡ്രോൺ അറ്റാക്ക് പോളണ്ടിന് നേരെ ഉണ്ടാവുകയും ചെയ്തത്. നാറ്റോയുടെ അംഗമായ ഒരു രാജ്യത്തേക്ക് കൂടി ഇങ്ങനെ ഒരു കടന്നുകയറ്റം ഉണ്ടായതോടുകൂടി ഇനി എന്ത് നിലപാടായിരിക്കും നാറ്റോ രാജ്യങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി യുക്രൈന് സഹായം നൽകുന്നത് നാറ്റോ രാജ്യങ്ങളും ഒപ്പം തന്നെ US-ഉമാണ്. ഇതിനിടയിൽ ഇങ്ങനെ ഒരു ആക്രമണം കൂടി ഉണ്ടായതോടുകൂടി ഒരു പക്ഷേ മറ്റൊരു തലത്തിലേക്ക് ഈ യുദ്ധം മാറുമെന്നുള്ള ഒരു ആശങ്കയാണ് പ്രത്യേകിച്ച് ഈ രംഗത്തുള്ള വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ, നാറ്റോ അംഗത്വമുള്ള രാജ്യങ്ങളൊക്കെ ഇനി ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് US-ന്റെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് വൈറ്റ് ഹൗസ് ഒടുവിൽ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും റഷ്യ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു തരത്തിലും തങ്ങൾ പോളണ്ടിനെ ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ നൽകുന്ന വിശദീകരണം. യെസ്, ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന വലിയ ആശങ്കയും മുന്നിൽ നിൽക്കുന്നുണ്ട്. MG മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നേപ്പാളിൽ ഇടക്കാല സർക്കാർ ഉണ്ടാക്കാനുള്ള ചർച്ചകൾ സജീവം. നേപ്പാളിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി ഇടക്കാല സർക്കാരിന്റെ തലപ്പത്തെത്തുമോ എന്നതാണ് ആകാംക്ഷ. കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷായും സമൂഹ മാധ്യമ ചർച്ചകളിൽ നിറയുകയാണ്. പ്രക്ഷോഭങ്ങൾ കെട്ടടങ്ങിയതോടെ നേപ്പാൾ സാധാരണ നിലയിലേക്ക് എത്തുകയാണ്. രാജ്യവ്യാപക കർഫ്യൂ തുടരുകയാണ്. അഭിലാഷ് രാധാകൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അഭിലാഷ്, സമാനതകളില്ലാത്ത ജൻസി പ്രക്ഷോഭം ലോകം കണ്ടതിൽ വെച്ച് അത്തരത്തിലൊരു വലിയ പ്രക്ഷോഭത്തിന് എന്തായാലും അയവ് വരുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. ജൻസികൾ തന്നെ തീരുമാനിക്കുന്നു തങ്ങളുടെ ഭരണാധികാരികളായി ആരൊക്കെ വരണം എന്നുള്ളത്. ഇപ്പോൾ 2-3 പേരുകളിലേക്ക് ചർച്ചകൾ എത്തി നിൽക്കുകയാണ്. ഏത് പേരിനാണ് മുൻതൂക്കം? അതോടൊപ്പം നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലോ ജൻസികൾ, ഭരണഘടനാ ഭേദഗതി അടക്കം. ആര്യ, സുശീല കർക്കിയാണ് ഈ ജെൻസി കുട്ടികൾ, അതായത് അവിടുത്തെ 30 വയസ്സ് വരെയൊക്കെയുള്ള യുവാക്കൾ പറയുന്നത് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സുശീല കർക്കി നേപ്പാളിൻ്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി വരണമെന്നുള്ളതാണ് ഈ യുവാക്കളുടെ ആഗ്രഹം. അവർ ഒരു 5000-ഓളം പേരടങ്ങുന്ന ആൾക്കാർ ചേർന്ന് ഓൺലൈൻ മീറ്റിംഗ് നടത്തിയിട്ടാണ് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചത്. നേപ്പാളിലെ പ്രസിഡന്റായിട്ടുള്ള രാംചന്ദ്ര പൗഡേലിനോട് ഇക്കാര്യം പറയുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് പാർലമെന്റ് പിരിച്ചുവിട്ടതിന് ശേഷം സുശീല കർക്കിയെ ഇടക്കാല പ്രധാനമന്ത്രിയെ അവരോധിക്കണം. അതുപോലെ ഈ ഇടക്കാല പ്രധാനമന്ത്രിയാവാൻ ഇവർ ആഗ്രഹിക്കുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് കാഠ്മണ്ഡുവിൻ്റെ മേയറായിട്ടുള്ള ബാലേന്ദ്ര ഷായാണ്. അദ്ദേഹവും ഇതുപോലെ നേപ്പാളിൻ്റെ പ്രധാനമന്ത്രിയാവാൻ കഴിവുള്ള ആളാണ് എന്നാണ് ഈ കുട്ടികൾ വിശ്വസിക്കുന്നത്. മാത്രമല്ല
ഇവിടെ ഇപ്പോഴത്തെ നേപ്പാളിൻ്റെ ഭരണത്തിൽ വലിയ രീതിയിലുള്ള അഴിമതി ഈ കുട്ടികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇവർക്ക് അഴിമതി ഇല്ലാത്തൊരു ഭരണമാണ് ആവശ്യം, ഇവർക്ക് തൊഴിലില്ലായ്മ പരിഹരിക്കണം, അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കെല്ലാം കൃത്യമായി അവർക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടെയും പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി രാജ്യത്ത് വേണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളാണ് ഈ യുവാക്കൾ, ജെൻസി യുവാക്കൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇടക്കാല പ്രധാനമന്ത്രി ആരാവണം എന്നുള്ള കാര്യത്തിൽ ഇവരുടെ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. ഇതല്ലാതെ മറ്റൊരു ആവശ്യവും അംഗീകരിക്കില്ല, ഇതല്ലാതെ മറ്റൊരു നിർദ്ദേശവും അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഈ ജെൻസി സമരക്കാർ പറയുന്നത്. അതുപോലെ ഹമി നേപ്പാൾ എന്ന് പറയുന്ന സംഘടന പറയുന്നത് ഇത്തരത്തിൽ ഒരു സമരത്തിന് അവർ മുൻകൈ എടുത്തിരുന്നു. പക്ഷേ ഈ സമരം ഒരു കലാപമായി മാറിയതിൽ അവർക്ക് പങ്കില്ല, ഇതൊരു ഹൈജാക്ക് ചെയ്ത സമരമായിരുന്നു എന്നായിരുന്നു. എന്തായാലും ഇത്രയും പെട്ടെന്ന് അവർ വിചാരിക്കുന്നതിനേക്കാൾ വേഗം അവിടുത്തെ സർക്കാർ രാജിവെച്ച് പുറത്തു പോയതിൽ ഇനിയിപ്പോൾ അടുത്തെന്ത് എന്നുള്ളത്, അല്ലെങ്കിൽ നേപ്പാളിൻ്റെ ഭാവി എന്ത് എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമാണ് വരുന്നത്. കാരണം ഇത്തരത്തിൽ വളരെ പെട്ടെന്നാണ് നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി അടക്കം രാജിവെച്ച് ആ സർക്കാർ താഴെ വീണത്. ഇനി ഒരു അരാഷ്ട്രീയമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ രാജ്യത്ത് നിലവിലുള്ളത്. അവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തിൻ്റെ ഭാവി എന്താകുമെന്നുള്ള ഒരു കാര്യത്തിൽ വലിയ ആശങ്ക നേപ്പാളിലുള്ളവർക്കും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രങ്ങൾക്കുമൊക്കെ ഉണ്ട്. ഇക്കാര്യത്തിൽ എന്താണ് ഒരു നിർണായകമായൊരു തീരുമാനം വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. അതിൽ പ്രസിഡന്റ് എടുക്കുന്ന തീരുമാനമായിരിക്കും ഏറെ നിർണായകം. അവർ ഈ ജെൻസി കുട്ടികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുമോ അതോ മറ്റേതെങ്കിലും രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയുള്ളൂ. മാത്രമല്ല 2008 നേപ്പാൾ രാജഭരണത്തിൽ നിന്ന് മുക്തമായി ജനാധിപത്യത്തിലേക്ക് എത്തിയത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ്ടും രാജ്യം ഒരു രാജഭരണത്തിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയാണ് അറിയേണ്ടത്. കാരണം ഒരു രാജഭരണമൊക്കെ ഇനിയിപ്പോൾ ഈ ഇടക്കാല പ്രധാനമന്ത്രിക്ക് ശേഷം അടുത്ത പ്രധാനമന്ത്രി എങ്ങനെ തിരഞ്ഞെടുക്കണമെന്നുള്ളത് ഇനി ഒരു രാജഭരണമാണോ അതോ ജനാധിപത്യ രീതിയിൽ വോട്ടിട്ട് തീരുമാനിക്കുമോ? ഒരു മീറ്റിംഗും കൂടിയാലോചനകളും ഒക്കെ കഴിഞ്ഞ ദിവസം നടന്നിരുന്നല്ലോ. സൂം പ്ലാറ്റ്ഫോമിലൂടെയാണ് അവരുടെ ഒരു മീറ്റിംഗ് നടന്നത് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ ജെൻസി വിഭാഗത്തിന് അഭിലാഷ് ഒരു രാജഭരണം തിരികെ വരണം എന്നുള്ള ഒരു അഭിപ്രായമുണ്ടോ? ആര്യ, ഈ ഇപ്പോഴത്തെ കുട്ടികൾ സമരം ചെയ്ത കാര്യം തന്നെ നമുക്ക് നോക്കാം. സോഷ്യൽ മീഡിയ, അതായത് ഫേസ്ബുക്ക്, ട്വിറ്റർ, എക്സ്, അതുപോലെ ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ടുള്ള ആപ്പുകളെ താത്കാലികമായി നിരോധിച്ചതിൻ്റെ പേരിലാണ് ഇവർ ആദ്യമായി, അതായിരുന്നു ഇവരുടെ പ്രൈം കോസ് എന്ന് പറയുന്നത്, ഈ ഒരു സമരവുമായി ഇറങ്ങാൻ. പിന്നീടാണ് അതിന് പിന്നാലെയാണ് അവർ അതിൻ്റെ ബാക്കി എന്നോണമാണ് പറയുന്നത് രാജ്യത്ത് അഴിമതിയുണ്ട്, സ്വജനപക്ഷപാതമുണ്ട്, രാഷ്ട്രീയക്കാരുടെ മക്കൾ ഇവരുടെ നികുതി പണം കൊണ്ടാണ് വളരുന്നത്, എന്നുള്ള തരത്തിലുള്ള, അതായത് ഇവരുടെ പ്രൈം കോസ്, അതായത് പ്രധാനപ്പെട്ട കാര്യം സോഷ്യൽ മീഡിയ ബാൻ ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അവർക്ക് ഒരു നിരീക്ഷണം വരുന്നത് ഈ സമരക്കാരെല്ലാം അപൊളിറ്റിക്കലാണ്, അരാഷ്ട്രീയവാദികളാണ് എന്നുള്ളതാണ്. അവർക്ക് രാജ്യത്ത് ജനാധിപത്യം പുലരുന്നതോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് രാജ്യം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യത്തിലൊന്നും വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ അവരുടെ സോഷ്യൽ മീഡിയ, അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ അതിനെതിരെ അവർ സമരം ചെയ്തു. ആ സമരം അവർ പോലും അറിയാതെ ഒരു വലിയ കലാപമായിട്ട് മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഒരു ജനാധിപത്യ വിശ്വാസമുള്ള ആരും പാർലമെന്റ് മന്ദിരത്തെ അംഗീകരിക്കുമെന്ന് നമുക്ക് കരുതാൻ വയ്യ. പാർലമെന്റ് മന്ദിരത്തെ അടക്കം സുപ്രീം കോടതി അടക്കം നശിപ്പിച്ച് മുഴുവൻ തീയിട്ട് നശിപ്പിച്ച ഒരു കൂട്ടമായിരുന്നു അവർ. അവരുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി രാജ്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഏത് തരത്തിൽ ചെന്ന് അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ആശങ്കയുണ്ട്. എന്തായാലും ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി, മുൻ ചീഫ് ജസ്റ്റിസായിട്ടുള്ള സുശീല കർക്കിയെ ഇടക്കാല പ്രധാനമന്ത്രിയാക്കി കൊണ്ടുവരണമെന്നുള്ളതാണ് ഇവരുടെ നിലപാട്. പക്ഷേ ആ ഒരു ആവശ്യത്തെ രാജ്യം എങ്ങനെ കാണുന്നു എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ നേപ്പാൾ കാഠ്മണ്ഡു ഇപ്പോൾ ശാന്തമാണ്, വലിയ ആക്രമണങ്ങളൊന്നുമില്ല. പക്ഷേ അവർ നടത്തിയ 2 ദിവസം കൊണ്ട് അവർ നടത്തിയ ആക്രമണത്തിൻ്റെ ബാക്കി പത്രം ഇപ്പോഴും അവശേഷിക്കുന്നു. കാരണം പ്രധാനപ്പെട്ട എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും, സർക്കാർ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇപ്പോൾ കത്തി നശിച്ച നിലയിലാണ്. അതിൽ പ്രധാനപ്പെട്ടത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് കത്തി നശിച്ചു എന്നുള്ളതാണ്. അതിനൊക്കെ ഇനി വീണ്ടെടുക്കാനായിട്ട് ഒരുപാട് സമയം വേണ്ടി വരും. ഈ സാഹചര്യത്തിലാണ് ഒരു ഇടക്കാല പ്രധാനമന്ത്രിയെ അവർ തന്നെ ഈ രാജ്യത്ത് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയ ഈ ജെൻസികൾ തന്നെ പുതിയൊരു പ്രധാനമന്ത്രി ഇന്ന ആളാവണം, ഇടക്കാല പ്രധാനമന്ത്രി സുശീല കർക്കിയായിട്ട് വരണം എന്ന് അവർ പറയുന്നു. അതുപോലെ തന്നെ കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷാ, അദ്ദേഹവും ഇടക്കാല പ്രധാനമന്ത്രിയാവാൻ അല്ലെങ്കിൽ രാജ്യത്തെ നയിക്കാൻ പ്രാപ്തനാണ് എന്നുള്ളതാണ് ഈ കുട്ടികളുടെ ആവശ്യം. പക്ഷേ അതിന് പ്രസിഡന്റ് വഴങ്ങുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കുറച്ച് മണിക്കൂറുകൾക്ക് തന്നെ നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും
നേപ്പാളിൻ്റെ ഭാവിയിൽ വലിയൊരു ആശങ്ക തന്നെയുണ്ട്. കാരണം ഇനി രാജഭരണമായിരിക്കുമോ അതോ ജനാധിപത്യപരമായ രീതിയിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലൂടെ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമോ എന്നുള്ള കാര്യത്തിലൊക്കെ വരും മണിക്കൂറുകളിലായിരിക്കും നമുക്ക് വിവരങ്ങൾ ലഭിക്കുക. ആര്യ, തീർച്ചയായും അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും നമ്മുടെ അയൽ രാജ്യത്ത് ഇത്തരത്തിൽ ഉണ്ടായ വലിയ കലാപം അത് കെട്ടടങ്ങി ശാന്തമായി എന്നുള്ളത് വലിയ ആശ്വാസകരമാണ്. പക്ഷേ ഭാവിയെ സംബന്ധിച്ച്, നേപ്പാളിന്റെ ഭാവിയെ സംബന്ധിച്ച് ഇപ്പോഴും ആശങ്ക നിലനിൽക്കുകയാണ്. ഇടക്കാല സർക്കാർ എപ്പോഴത്തേക്ക് രൂപം കൊള്ളും, അധികാരത്തിലേറും, അധികാരത്തിന്റെ തലപ്പത്താരെത്തും എന്നൊക്കെയുള്ള വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. സെപ്റ്റംബർ 11 ലോകം ഒരിക്കലും മറക്കാനിടയില്ലാത്ത ഒരു ഡേറ്റാണ് അല്ലേ? ലോകത്തെ നടുക്കിയ അമേരിക്കയിലെ ഭീകരാക്രമണം നടന്നിട്ട് ഇന്ന് 24 വർഷം തികയുകയാണ്. 2001 ഇതേ ദിവസമാണ് അൽഖയ്ദ ഭീകരർ 3 വിമാനങ്ങൾ വേൾഡ് ട്രേഡ് സെന്റർ എന്ന ഇരട്ട ടവറുകളിലേക്ക് ഉൾപ്പെടെ ഇടിച്ചു കയറ്റിയത്. 3000-ഓളം പേർക്കാണ് അന്ന് ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. Is that the second building of the World Trade Center going? Yes, that is the second. That is the second tower. That is the second tower. ഒരു സിനിമാ രംഗം പോലെ തോന്നിക്കുന്ന ഈ ദൃശ്യങ്ങൾ 24 വർഷം മുമ്പ് ഏവരെയും ഞെട്ടിച്ചതാണ്. നിറയെ യാത്രക്കാരുള്ള 3 വിമാനങ്ങൾ അമേരിക്കയുടെ അഭിമാനമായ വേൾഡ് ട്രേഡ് സെന്ററിലേക്കും പെന്റഗണിലേക്കും ഇടിച്ചുകയറ്റി അൽഖയ്ദ ഭീകരർ. നിമിഷങ്ങൾക്കകം വേൾഡ് ട്രേഡ് സെന്റർ നിലംപൊത്തി. ഇരട്ട ടവറുകളിലായി 2600 പേരാണ് കൊല്ലപ്പെട്ടത്. ഒസാമ ബിൻ ലാദൻ എന്ന ഭീകരന്റെ ആസൂത്രണമായിരുന്നു ഇതെന്ന് പിന്നീട് തെളിഞ്ഞു. അധികം വൈകാതെ ബിൻ ലാദനെ തേടി അമേരിക്കൻ സേന അഫ്ഗാനിസ്ഥാനിലെത്തി. 10 വർഷം കഴിഞ്ഞ് പാകിസ്ഥാനിലെ അബുട്ടാബാദിലാണ് ലാദൻ കൊല്ലപ്പെടുന്നത്. ലോകത്തെ മാറ്റിമറിച്ച സംഭവമാണ് സെപ്റ്റംബർ 11 ഭീകരാക്രമണം. ഏറ്റവും സുരക്ഷിതമായ രാജ്യമെന്ന് ഊറ്റം കൊണ്ടിരുന്ന അമേരിക്കയ്ക്ക് വൻ പ്രഹരമായി ഈ സംഭവം. മറ്റ് രാജ്യങ്ങളിൽ വിമതരെയും ഭീകരരെയും സഹായിച്ച് ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്ന അമേരിക്കയ്ക്ക് അതേ നാണയത്തിലുള്ള തിരിച്ചടിയായി സെപ്റ്റംബർ 11 ആക്രമണം. സോവിയറ്റ് യൂണിയനെ തകർക്കാൻ വളർത്തിയ ഒസാമ ബിൻ ലാദൻ തന്നെ തിരിഞ്ഞുകൊത്തി എന്നത് അമേരിക്കയ്ക്ക് ഉൾക്കൊള്ളാനായില്ല. സ്വന്തം മണ്ണിൽ ഭീകരവാദം എത്തിയതിന്റെ ഞെട്ടലിൽ അമേരിക്ക ആദ്യമായി ഭീകരതയ്ക്കെതിരെ നടപടി സ്വീകരിച്ചു. ഭീകരത ലോകമെമ്പാടും പടർന്ന ഇക്കാലത്തും വാർ ഓൺ ടെറർ തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക് നമുക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഈ വൈബ്, ഈ കാഴ്ച ഇവിടെ വന്ന് കണ്ടാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അനുഭവം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇനി അടുത്ത കൊല്ലം ഇങ്ങോട്ട് വിടണോ എന്നും കൂടെ പറഞ്ഞു വെക്കുകയാണ് നമ്മുടെ ആളുകളോട്. കാരണം അത്രമാത്രം രസമുള്ള കാഴ്ച. ഈ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ പ്രത്യേക തരം താളം, ആ താളത്തിനൊത്ത് അരമണി കിലുക്കി അവരാ കുമ്പയൊക്കെ കുലുക്കി വരുന്ന വരവ് കണ്ട അത് ഒരു വേറെ ഭംഗി തന്നെയാണ്. ആ കാര്യത്തിൽ സംശയമില്ല. അത്രമേൽ രസമുള്ള ഒരു കാഴ്ച. തൃശൂർ നഗരം അക്ഷരാർത്ഥത്തിൽ വർണ്ണാഭമാകുന്നു എന്ന് പറയുന്നത് തൃശ്ശൂരിന്റെ മറ്റൊരു പൂരമാണല്ലോ അനുമോദേ. തൃശ്ശൂരിന്റെ മറ്റൊരു പൂരമാണ്. മടകളിൽ ചെന്ന് അവര് ചായ ഇടുന്നത് കാണുമ്പോഴും അവരുടെ അതൊക്കെ കാണുമ്പോൾ ഇത്രമാത്രം ആവേശം ഉണ്ടാവുന്ന കരുതിയിരുന്നു. ഒരിക്കലും ഇല്ല. കാരണം നമ്മള് രാവിലെ വിചാരിച്ചു ഒരു പതിഞ്ഞ കാര്യത്തിൽ സാധനങ്ങൾ പോയി. നമ്മൾ കേട്ടിട്ടില്ലേ പുലി പതുങ്ങിയിരിക്കുന്നത്? അത് വെറുതെ ഇരിക്കാനല്ല, ഒളിക്കാനല്ല, കുതിക്കാനാണ്. ആ കുതിപ്പാണ്, ആ പുലിയുടെ ആ കുതിപ്പാണ് നമ്മളിവിടെ കാണുന്നത്. പുലിക്കൊപ്പം ഈ നാട്ടുകാരും അവരുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അവരുടെ ഏറ്റവും വലിയ ഉത്സവം പൂരം കഴിഞ്ഞാൽ തൃശ്ശൂരുകാരുടെ ഏറ്റവും വലിയ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോർന്നതിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നു. വോട്ടിനായി ഓരോ എംപിക്കുമായി BJP 20 കോടി രൂപ വരെ ചെലവഴിച്ചുവെന്ന ആരോപണവുമായി തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി രംഗത്ത് വന്നു. എന്നാൽ ആരോപണം നിഷേധിക്കുകയാണ് BJP. ER രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. രാഗേഷ്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം കരുത്ത് കാട്ടാനും ഐക്യം കാണിക്കാനുമുള്ള ഒരു തെരഞ്ഞെടുപ്പ് വേദിയായിട്ടാണ്
പ്രതിപക്ഷ സഖ്യം ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കണ്ടത്. പക്ഷേ കണക്ക് കൂട്ടി കയ്യിൽ കരുതിയിരുന്ന വോട്ടൊക്കെ നഷ്ടപ്പെട്ടു പോയിരുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ കണ്ടത്. പക്ഷേ അത് എങ്ങനെ എന്നുള്ള വലിയ ചോദ്യം ഇന്ത്യ സഖ്യം നേരിട്ടതാണ്. ഇതിപ്പോൾ തൃണമൂൽ പറയുന്നത് കോഴ നൽകി 20 കോടിയോളം ഓരോ എംപിക്കും കോഴ നൽകിയാണ് BJP ഈ വോട്ട് സമാഹരിച്ചത് എന്നുള്ളതാണ്. ഈ ആരോപണം കോൺഗ്രസ് ഏറ്റെടുക്കുന്നുണ്ടോ? ഇന്ത്യ സഖ്യം ചർച്ച ചെയ്യുന്നുണ്ടോ? ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. ഉപരാഷ്ട്രപതിയായി NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ വിജയിച്ചു കഴിഞ്ഞെങ്കിലും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം NDAക്ക് വോട്ട് കൂടുകയും ഇന്ത്യ സഖ്യം വലിയ മത്സരം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടും വോട്ട് കുറഞ്ഞതുമാണ്. കാരണം 439 വോട്ടാണ് പരമാവധി CP രാധാകൃഷ്ണൻ ലഭിക്കേണ്ടിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. 13 വോട്ടുകൾ അധികം ലഭിച്ചു. 452 വോട്ടുകളിലേക്ക് അത് എത്തുകയും ചെയ്തു. ഇന്ത്യ സഖ്യത്തിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ച എംപിമാരുടെ എണ്ണം 324 ആയിരുന്നു. പക്ഷേ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ അത് 300 മാത്രമായി ഒതുങ്ങി. ഇതാണ് ഇപ്പോഴത്തെ വിവാദത്തിന് കാരണം. ഏതായാലും BJP ഇത് ആദ്യം തന്നെ മനസാക്ഷിക്ക് എംപിമാർ വോട്ട് ചെയ്തു എന്ന പ്രതികരണമായി നടത്തിക്കൊണ്ട് ഇന്ത്യ സഖ്യത്തിനെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഇപ്പോൾ ഇതാ തൃണമൂൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ അഭിഷേക് ബാനർജി, മമതാ ബാനർജി കഴിഞ്ഞാൽ ആ പാർട്ടിയിലെ രണ്ടാമൻ എന്ന് വിശേഷിപ്പിക്കുന്ന നേതാവാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണം BJPക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് വിജയം ഉറപ്പിക്കാൻ BJP ഇത്തരത്തിൽ എംപിമാർക്ക് കോഴ നൽകി. ഏതാണ്ട് 15 മുതൽ 20 കോടി രൂപ വരെ കോഴ നൽകിയാണ്, പണം ഇറക്കിയാണ് ഇത്തരത്തിൽ വിജയം BJP സ്വന്തമാക്കിയതെന്നാണ് അഭിഷേക് ബാനർജി ആരോപിച്ചിരിക്കുന്നത്. എംപിമാർ ജനങ്ങളുടെ വിശ്വാസം തകർക്കുകയാണ്. പക്ഷേ ജനങ്ങളെ വിലക്കെടുക്കാൻ BJPക്ക് സാധിക്കില്ല എന്ന പ്രതികരണമാണ് ഇപ്പോൾ അഭിഷേക് ബാനർജിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അഭിഷേക് ബാനർജി ആം ആദ്മി പാർട്ടിയിലെ ചില എംപിമാർക്കെതിരെ കൂടി പേരെടുത്ത് പറയാതെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു വനിതാ MP കേജ്രിവാളിനെതിരെ അടക്കം നിലപാടെടുത്തുകൊണ്ട് BJPയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന എല്ലാവർക്കും അറിയാമല്ലോ എന്ന ചോദ്യമാണ് അഭിഷേക് ബാനർജിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വോട്ട് പോയിട്ടുണ്ട് എന്ന് അഭിഷേക് ബാനർജിയും സ്ഥിരീകരിക്കുകയാണ്. ഏതായാലും ആം ആദ്മി പാർട്ടിയും അഭിഷേക് ബാനർജിക്ക് മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിൽ കണക്കുകൾ ഉണ്ടല്ലോ, ആരൊക്കെ ആർക്ക് വോട്ട് ചെയ്തു എന്ന്. അപ്പോൾ കമ്മീഷൻ അങ്ങനെയെങ്കിൽ തെളിവ് പുറത്തുവിടട്ടെ എന്ന പ്രതികരണമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഏതായാലും അഭിഷേക് ബാനർജിയുടെ പരാമർശം അല്ലെങ്കിൽ പ്രസ്താവന ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾ ഏറ്റെടുത്തിട്ടില്ല. BJP ആകട്ടെ അത് നിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ആര്യ, CR രാഗേഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ആലപ്പുഴയിൽ നടക്കുന്ന CPI സംസ്ഥാന സമ്മേളനത്തിന്റെ 2ാം ദിനമായ ഇന്ന് റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച നടക്കും. പോലീസ് മർദ്ദനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയരാനാണ് സാധ്യത. ആദ്യ ദിനമായ ഇന്നലെ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിൽ സപ്ലൈകോ, കൃഷി തുടങ്ങിയ വകുപ്പുകളോട് സർക്കാർ കാണിക്കുന്ന അവഗണനകൾ അക്കമിട്ട് നിരത്തിയിരുന്നു. പൊതുചർച്ചയ്ക്ക് മുന്നോടിയായി വിവിധ ജില്ലകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് നടന്ന ഗ്രൂപ്പ് ചർച്ചയിൽ ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവനടി മൊഴി നൽകിയ പശ്ചാത്തലത്തിൽ യുവതിയെ പരാതിക്കാരിയാക്കാനാണോ സാക്ഷിയാക്കണോ എന്ന നിയമോപദേശം തേടാൻ ക്രൈംബ്രാഞ്ച്. രാഹുൽ സമൂഹ മാധ്യമത്തിലൂടെ മോശമായി പെരുമാറിയതിന്റെ ഡിജിറ്റൽ തെളിവുകൾ യുവതി അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ തുടർ നിയമ നടപടികൾ എങ്ങനെ വേണമെന്നതിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം കൂടി അറിഞ്ഞതിന് ശേഷമായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം തീരുമാനമെടുക്കുക. രാഹുലിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയവരിൽ ഒരാൾ മൊഴി നൽകിയ സാഹചര്യത്തിൽ കൂടുതൽ പരാതിക്കാർ എത്തിയേക്കുമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. നിയമസഭാ സമ്മേളനം അടുത്ത ആഴ്ച തുടങ്ങാനിരിക്കെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നിർണായകമാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ. ഉമാ തോമസ് MLA വീണു പരുക്കേറ്റിട്ട് 8 മാസം കഴിഞ്ഞിട്ടും കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാതെ പോലീസ്. പരിപാടിയിൽ പങ്കെടുത്ത നടി ദിവ്യ ഉണ്ണിയുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടി രജിസ്റ്റർ ചെയ്ത കേസിൽ GCDAക്ക് യാതൊരുവിധ വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതിൽ വിഷമമുണ്ടെന്ന് ഉമാ തോമസ് MLA പറഞ്ഞു. ഉമാ തോമസ് MLAക്ക് അപകടം സംഭവിച്ചതിൽ GCDAക്കും പോലീസിനും വീഴ്ച സംഭവിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പരാതി നൽകിയിരുന്നു. സംഘാടനത്തിൽ ജാഗ്രതക്കുറവുണ്ടായതായി കണ്ടെത്തിയതിനെ തുടർന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ SS ഉഷയെ GCDA സസ്പെൻഡും ചെയ്തിരുന്നു. എന്നാൽ പോലീസിന്റെ കുറ്റപത്രത്തിലാകട്ടെ GCDAക്കും പോലീസിനും ക്ലീൻ ചീറ്റ്. നൃത്തപരിപാടി സംഘടിപ്പിച്ച മൃദംഗവിഷൻ അധികൃതർ മാത്രമാണ് പ്രതികൾ. സ്റ്റേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട ഒരു ചട്ടവും മൃദംഗവിഷൻ പാലിച്ചില്ലെന്നാണ് കണ്ടെത്തൽ.
കേസിൽ 250ഓളം പേരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നടി ദിവ്യ ഉണ്ണിയുടെ മൊഴി ഇതുവരെയും രേഖപ്പെടുത്താത്തതാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത്. ഇതിൽ കടുത്ത അതൃപ്തിയിലാണ് ഉമാ തോമസ് MLA. സർക്കാരിന്റെ പദ്ധതി പോലെ തന്നെ കുറ്റപത്രം സമർപ്പിക്കലും ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് ഉമാ തോമസ് ആരോപിച്ചു. അപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാനായിട്ട് ഇത്രയും സമയം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതുമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അപ്പോൾ അതിനേക്കാളും സമയം എടുക്കുമല്ലോ. മിക്കവാറും എൻ്റെ ആയുസ് തീരുമ്പോഴായിരിക്കും എന്തെങ്കിലും നടക്കാൻ പോകണമെന്ന് തോന്നുന്നു. എന്തായാലും വളരെ മെല്ലെപ്പോക്കാണ് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവുന്നത്. അത് തന്നെ ഇപ്പോൾ ഇതിലും പ്രതിഫലിച്ചിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും വലിയൊരു അപകടം അത് MLA എന്ന നിലയ്ക്ക് എനിക്ക് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനേക്കാളും സങ്കടമാണ്. സാധാരണക്കാർക്ക് ആർക്കെങ്കിലും സംഭവിച്ചിരുന്നാൽ ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കുക പോലും ചെയ്യില്ലായിരിക്കും എന്നാണ് തോന്നുന്നത്. ഗിന്നസ് റെക്കോർഡിനു വേണ്ടി മൃദംഗവിഷൻ എന്ന തട്ടിക്കൂട്ട് സ്ഥാപനം നടത്തിയ തട്ടിക്കൂട്ട് പരിപാടികൾക്കെതിരെ നടപടികൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ അവസാനിച്ചിരുന്നു. ഒരു ജനപ്രതിനിധി വീണ് പരിക്കേറ്റിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസ് നടപടി ഇഴഞ്ഞു നീങ്ങുകയാണ്. ആരെ രക്ഷിക്കാനാണ് ശ്രമമെന്ന ചോദ്യത്തിനും എന്തുകൊണ്ട് കുറ്റപത്രം വൈകുന്നു എന്ന ചോദ്യത്തിനും പോലീസിനായിക്കോട്ടെ മറുപടിയുമില്ല. നവമി ദിനേശ്, News 18, കൊച്ചി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് പുനലൂർ നഗരസഭാ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ പോരാട്ടത്തിന് കോൺഗ്രസ്. നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസർക്കും അസിസ്റ്റന്റ് രജിസ്ട്രേഷൻ ഓഫീസർമാർക്കും എതിരെയാണ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. ഒരേ വോട്ടർമാർ തന്നെ ഒന്നിലധികം വാർഡുകളിൽ വോട്ട് ചേർക്കുകയും കൃത്രിമ രേഖകൾ ഉപയോഗിച്ച് റെസിഡൻസ് സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിച്ച് വോട്ട് ചേർത്തെന്നുമാണ് പരാതി. പാർട്ടി ഓഫീസുകളുടെ പേരിലും വ്യാജ വോട്ടുകൾ കൂട്ടിച്ചേർത്തു. ഇത്തരം വോട്ടർമാർക്കെതിരെ കൂടി നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ഇരട്ട വോട്ടും വ്യാജ വോട്ടും ഉപയോഗിച്ചും ഇതര സംസ്ഥാനക്കാരുടെ വോട്ട് വ്യാപകമായി കൂട്ടിച്ചേർത്തും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പരാതി. സൈനികരുടെയും പഠനത്തിനും ജോലി ആവശ്യത്തിനും വിദേശങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിലും പോയവരുടെയും വോട്ട് അന്യായമായി നീക്കം ചെയ്തു. നാട്ടിൽ താമസമില്ലാത്ത നിരവധി പേരുടെ വോട്ട് ആക്ഷേപം ഉന്നയിച്ച ശേഷവും നിലനിർത്തുകയാണ് ചില ഉദ്യോഗസ്ഥരെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. ഇതിനെതിരെ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കാനും പദ്ധതിയുണ്ട്. ന്യൂസ് 18, പുനലൂർ. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ തിരുവനന്തപുരം വർക്കലയിൽ കഞ്ചാവ് ശേഖരവുമായി യുവതി പിടിയിൽ. 5 കിലോയിലധികം കഞ്ചാവുമായാണ് അയിരൂരിൽ താമസിക്കുന്ന ചിഞ്ചു റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായത്. ഇവരുടെ ഭർത്താവ് രാജേഷ് മറ്റൊരു കഞ്ചാവ് കേസിൽപ്പെട്ട് തമിഴ്നാട് ജയിലിലാണ്. വീടിന് കാവലായി മുന്തിയിനം വളർത്തുനായയുമുണ്ട്. ഒപ്പം താമസിക്കുന്ന സഹോദരിക്കും ലഹരി ഇടപാടുകളിൽ ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. പ്രതിയുടെ സഹോദരി ചിന്നു കരവാരം പഞ്ചായത്തിലെ 6ാം വാർഡ് മെമ്പർ കൂടിയാണ്. ഏഷ്യ കപ്പിൽ ഇന്ത്യക്ക് ജയത്തോടെ തുടക്കം. ആദ്യ മത്സരത്തിൽ 9 വിക്കറ്റിനാണ് UAE തോൽപ്പിച്ചത്. 57 റൺസിന് UAE ഓൾ ഔട്ടാക്കിയ ശേഷം 4.3 ഓവറിൽ ഇന്ത്യ വിജയലക്ഷ്യം മറികടന്നു. 7 റൺസ് വിട്ടു നൽകി 4 വിക്കറ്റ് പിഴുത കുൽദീപ് യാദവ് കളിയിലെ താരമായി. സഞ്ജു സാംസൺ ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ആദ്യ മത്സരത്തിലെ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡർ. എൽദോ പോൾ പുതുശ്ശേരി കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. എൽദോ, ജയത്തോടെയുള്ള ടീം ഇന്ത്യയുടെ തുടക്കം. ആരും പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ ജയം അത് ആധികാരികമാണ് എന്ന് വിശേഷിപ്പിക്കാം. കാരണം ഏഷ്യ കപ്പിൽ അത് UAEക്കെതിരെ ഒരു കുഞ്ഞൻ സംഘമാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ഒരുപാട് റെക്കോർഡുകൾ കൂടി പിറന്നൊരു മത്സരമാണ്. ഏറ്റവും അധികം വലിയ മാർജിൻ, അതായത് 93 ബോളുകൾ ശേഷിക്കുകയാണ് ഇന്ത്യ വിജയലക്ഷ്യം മറികടന്നത്. ലോക T20 ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ബോളുകൾ ശേഷിക്കുന്ന മാർജിൻ പരിശോധിച്ചാൽ അത് 2ാം സ്ഥാനത്താണ് ഇന്ത്യ. മാത്രമല്ല 57 എന്നുള്ളതാണ് ഒരു എതിരാളി ഇന്ത്യക്കെതിരെ നേടുന്ന ഏറ്റവും കുറഞ്ഞ ടോട്ടൽ. അതും ഇന്നലെ ഉണ്ടായി ദുബായിലെ സ്റ്റേഡിയത്തിൽ. UAE സംബന്ധിച്ച് UAEയുടെ ഏറ്റവും കുറഞ്ഞ ടോട്ടൽ എന്നുള്ളതും ഈ ദിവസത്തിൽ കുറിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇനി ഈ മത്സരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുൽദീപ് യാദവിൻ്റെ ബോളിംഗ് പ്രകടനമായിരുന്നു ഏറ്റവും ശ്രദ്ധേയം. അത് 7 റൺസ് മാത്രം വിട്ടു നൽകി കുൽദീപ് യാദവ് UAEയുടെ 4 ബാറ്റർമാരെയാണ് പുറത്താക്കിയത്. അപ്പോൾ അങ്ങനെ കുൽദീപ് യാദവിൻ്റെ 4 വിക്കറ്റ് പ്രകടനം, ഒപ്പം ശിവൻ ദുബെയുടെ 3 വിക്കറ്റ് പ്രകടനവും ചേർത്ത് UAE 57 റൺസിന് ഓൾ ഔട്ട് ആവുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് കേവലം 13.1 ഓവറിൽ UAE ഓൾ ഔട്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ ആവട്ടെ 4.3 ഓവറിൽ ആ വിജയലക്ഷ്യം മറികടന്നു. അത്രമാത്രം അനായാസമായി ഒരു കുഞ്ഞൻ സംഘത്തെ എങ്ങനെ മറികടക്കണമെന്നുള്ളതിൻ്റെ കൃത്യമായ ബോധ്യത്തിൽ തന്നെ ഇന്ത്യ ബാറ്റ് ചെയ്തു. അഭിഷേക് ശർമ്മയുടെ വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടമായത്. 16 പന്തിൽ 30 റൺസ് എടുത്താണ് അഭിഷേക് ശർമ്മ പുറത്തായത്.
മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമുണ്ടായി ഏഷ്യ കപ്പിലെ ആദ്യ മത്സരത്തിൽ എന്നുള്ളതാണ്. അതായത് സഞ്ജു വി സാംസണിനെ ഇന്ത്യൻ ടീം മാനേജ്മെന്റ്, പ്രത്യേകിച്ച് ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും കൈവിടുന്നില്ല എന്ന് സൂചന നൽകുന്നുണ്ട്. ഈ ടീമിൽ സഞ്ജു വി സാംസണിന് ഒരു സ്ഥാനമുണ്ട് എന്ന് ഉറപ്പാക്കുന്ന ഒരു ടീം പ്രഖ്യാപനമാണ്, ടീം ലൈനപ്പാണ് ഇന്നലെ ടോസിന് പിന്നാലെ വന്നത്. അതായത് ഇന്നലത്തെ ബാറ്റിംഗ് ഓർഡർ പരിശോധിച്ചാൽ ഒരു അടിപൊളി മാറ്റം ടീം ഓർഡറിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇന്ത്യ. സാധാരണഗതിയിൽ സഞ്ജു വി സാംസൺ ഓപ്പണറായി എത്തും അഭിഷേക് ശർമ്മയ്ക്കൊപ്പം. പക്ഷേ ശുഭ്മാൻ ഗില്ലിന്റെ മടങ്ങിവരവോടുകൂടി സഞ്ജുവിന് അവസരം ലഭിക്കില്ല എന്ന് കരുതിയ ഘട്ടത്തിലാണ് സഞ്ജു വി സാംസണിനെ വിക്കറ്റ് കീപ്പറായി ടീമിൽ ഉൾപ്പെടുത്തിയത്. ജിതേഷ് ശർമ്മ എന്ന യുവതാരത്തെ ഒഴിവാക്കി അല്ലെങ്കിൽ പരിഗണിക്കാതെ പകരം സഞ്ജുവിനെ ഉൾപ്പെടുത്തുക വഴി ടീം മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത് കൃത്യമാണ്. അതായത് അടുത്ത വർഷമാണ് 2020 ലോകകപ്പിലേക്ക് ഈ ടീമിനെ സ്ഥിരമായി നിലനിർത്തുമ്പോൾ അതിൽ ഒരു സെറ്റ് ടീം വേണം. ആ സെറ്റ് ടീമിൽ സഞ്ജു വി സാംസൺ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് തോന്നുന്നു. ആദ്യ മത്സരത്തിലെ ബാറ്റിംഗ് ഓർഡർ നോക്കുമ്പോൾ നമുക്കറിയാം, സാധാരണഗതിയിൽ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് ഓർഡറിൽ ഇപ്പോൾ സഞ്ജുവിന് പകരം ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും ഓപ്പണറായി എത്തിയത് കരുതുക. അവിടെ മൂന്നാമതായി ഇറങ്ങേണ്ടത് അവിടെ തിലക് വർമ്മയാണ്. പക്ഷെ തിലക് വർമ്മയെ നാലാമതും സൂര്യകുമാർ യാദവ് മൂന്നാമതും സഞ്ജുവിന് അഞ്ചാമത്തെ പൊസിഷനുമാണ് നൽകിയത്. അതായത് സഞ്ജു ബാറ്റിംഗ് ഓർഡറിൽ സഞ്ജുവിന്റെ പൊസിഷൻ മിഡിൽ ഓർഡറിലേക്ക് കൊണ്ടുവന്നുള്ളൊരു മാറ്റത്തിനാണ് ഇന്ത്യൻ ടീം ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഒരുപാട് ചർച്ചകൾ, ഒരുപാട് അഭിപ്രായ പ്രകടനങ്ങൾ ഉയർന്നിരുന്നു ഈ ടീം സെലക്ഷൻ സംബന്ധിച്ച്. ടീം പ്രഖ്യാപന സമയത്ത് ചീഫ് സെലക്ടർ പ്രഖ്യാപിക്കുമ്പോൾ പോലും ജിതേഷ് ശർമ്മയാണ് പ്രധാന വിക്കറ്റ് കീപ്പർ എന്നുള്ള സൂചനയാണ് മുഴുവൻ ക്രിക്കറ്റ് നിരീക്ഷകരും വായിച്ചെടുത്തത്. പക്ഷേ അതങ്ങനെയല്ല. ടീം മാനേജ്മെന്റിന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ ഗൗതം ഗംഭീറിനും സൂര്യകുമാർ യാദവിനും മറ്റൊരു അഭിപ്രായമുണ്ട്. ഈ ടീമിൽ സഞ്ജു വി സാംസൺ വേണം എന്നുള്ളൊരു നിലപാട് അവർക്കുണ്ട് എന്ന് തോന്നുന്നു. ആദ്യ മത്സരത്തിൽ UAE-ക്കെതിരായിട്ടുള്ള ഫോം കാണുമ്പോൾ, ടീമിന്റെ ലൈനപ്പ് കാണുമ്പോൾ. കാരണം സഞ്ജു വി സാംസൺ മാത്രം മികവ് തെളിയിക്കാത്ത ഒരു പൊസിഷനാണ് അഞ്ചാമത്തേത്. പക്ഷേ സഞ്ജു വി സാംസൺ ടീമിന്റെ ഭാഗമാകണമെന്നുള്ള നിശ്ചയം ആ ടീം അംഗങ്ങൾക്ക്, ടീം ക്യാപ്റ്റനും കോച്ചിനും ഉണ്ട് എന്ന് വ്യക്തമാകുന്നതാണ് ആദ്യ മത്സരത്തിലെ പ്രഖ്യാപനം. അത് ഒരുപാട് പ്രതീക്ഷ നൽകുന്നു ക്രിക്കറ്റ് ആരാധകർക്ക്, പ്രത്യേകിച്ചും സഞ്ജു വി സാംസണിന്റെ മലയാളികളായിട്ടുള്ള ക്രിക്കറ്റ് ആരാധകർക്ക്. കാരണം സഞ്ജുവിന് അവസരം ലഭിക്കുമോ എന്നുള്ളത് അതൊരു നൂൽപ്പാലത്തിലൂടെ പോയ ചിന്തയായിരുന്നു. സഞ്ജുവിനേക്കാൾ കൂടുതൽ സാധ്യത പൂർണ്ണമായും കൽപ്പിച്ചിരുന്നത് അത് ജിതേഷ് ശർമ്മയ്ക്കുമായിരുന്നു വിക്കറ്റ് കീപ്പർ എന്നുള്ള നിലയിൽ. മാത്രമല്ല ഓപ്പണർ സ്ഥാനത്തേക്ക് സഞ്ജു വി സാംസണിനെ കൊണ്ടുവന്ന് ശുഭ്മാൻ ഗില്ലിനെ മൂന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പല തോതിൽ പല കോണിൽ നിന്നും ഉയർന്നുവെങ്കിൽ പോലും അതൊന്നും സാധ്യതയില്ല, തുലോതുച്ഛമാണ് എന്നുള്ള മട്ടിലാണ് പൂർണ്ണമായും നിലനിന്നിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. ടീം പ്രഖ്യാപനം വന്നപ്പോൾ ആശ്വാസകരമാണ്, സന്തോഷകരമാണ്. സഞ്ജു വി സാംസണിന് ഈ ടീമിൽ സ്ഥാനമുണ്ട്. നിലവിൽ മധ്യനിരയിലേക്കാണ് സഞ്ജു എത്തുന്നത്. മിഡിൽ ഓർഡർ ബാറ്ററായി സഞ്ജുവിന് ഇനി എത്രമാത്രം പെർഫോം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നമുക്കറിയാവുന്ന പോലെ ഏറ്റവും ഒടുവിൽ കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ മത്സരത്തിൽ ആലപ്പി റിപ്പിൾസിനെതിരെ സഞ്ജു മിഡിൽ ഓർഡറിലേക്ക് ഒരു പരീക്ഷണം നടത്തി. പക്ഷേ 13 റൺസ് മാത്രമാണ് സ്കോർ ചെയ്യാൻ സാധിച്ചത്. സഞ്ജുവിന്റെ ഏറ്റവും മികച്ച ഫോം എപ്പോഴും പ്രകടമാക്കുന്നത് അത് ഓപ്പണറായിട്ടോ അല്ലെങ്കിൽ മൂന്നാം നമ്പറോ ആയിട്ടാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് സഞ്ജുവിൻ്റെ ഈ 5ാം നമ്പർ പൊസിഷൻ എന്നുള്ളത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്നുള്ളതാണ് കാത്തിരുന്നറിയേണ്ടത്. പക്ഷേ ഇത് സഞ്ജു വി സാംസന് സുവർണ അവസരമാണ്. ഇനിയും ഒരു അവസരം ഇതുപോലെ ഗൗതം ഗംഭീറും സൂര്യകുമാർ യാദവും ചേർന്ന് ഒരുക്കി നൽകുമെന്ന് കരുതുക പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന ഏഷ്യ കപ്പിലെ അവസരം പരമാവധി മുതൽക്കൂട്ടാക്കാൻ സഞ്ജുവിന് സാധിച്ചാൽ ലോകകപ്പ് സംഘത്തിലും സഞ്ജു ഉണ്ടാകും. അത് പൊസിഷൻ ഏതാണെങ്കിലും, മധ്യനിരയിലാണെങ്കിലും ടോപ്പ് ഓർഡറിലാണെങ്കിലും സഞ്ജു ഈ ടീമിന്റെ ഭാഗമാണ് എന്നുള്ള സൂചന, ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് ടീം മാനേജ്മെന്റ്. ആര്യ, തീർച്ചയായും എൽദോ, ഒരു കാര്യം കൂടി, ഇനി എല്ലാവരും ആകാംക്ഷയോടെ ചർച്ച ചെയ്യുന്നതും കാത്തിരിക്കുന്നതും ഒക്കെ ഇന്ത്യ പാക് മത്സരത്തിന് വേണ്ടിയിട്ടാണ്. അതിന്റെ ഒരു ചർച്ചകളൊക്കെ ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് സൈബർ ഇടത്തിലടക്കം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് എപ്പോഴൊക്കെ സംഭവിച്ചു അതിന് അത്രോളം ലഭിക്കുന്ന ഒരു ആവേശവും ഹൈപ്പും ഒന്നും ഒരിക്കലും ഒരു മത്സരത്തിനും ലഭിക്കാറില്ല. അത് ഏത് കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഇന്ത്യയും പാകിസ്ഥാനും മുഖാമുഖം എത്തുമ്പോൾ അതൊരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വൈരത്തിനപ്പുറം ക്രിക്കറ്റ് ലോകത്തെ വലിയൊരു പോരാട്ട വേദിയെ എപ്പോഴും മാറ്റാറുണ്ട്. ഏഷ്യ കപ്പ്, ചാമ്പ്യൻസ് ട്രോഫി, ലോകകപ്പ് ഇത്തരം ബൈലാറ്ററൽ ടൂർണമെന്റുകളിലാണ് സാധാരണയായി ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുക. അതുകൊണ്ട് തന്നെ ഏഷ്യ കപ്പ് ഇത്തവണ ഇന്ത്യ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ പാകിസ്ഥാനെതിരായിട്ടുള്ള മത്സരമുണ്ട്. ഇതിനിടയിൽ ഒരു സംഭവവികാസമുണ്ട്. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ഒരു ഹർജി പോയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഓപ്പറേഷൻ സിന്ദൂർ അല്ലെങ്കിൽ അന്ന് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം, ഇതിലൊക്കെ ജീവൻ നഷ്ടമായവരെ അപമാനിക്കുന്നതിന് തുല്യമായിരിക്കും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. അത് നടന്നാൽ അതുകൊണ്ട് ആ മത്സരം നടത്തരുതെന്ന് ആവശ്യപ്പെട്ട് ഒരു ഹർജി നീങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ഔദ്യോഗികമായിട്ട് അനുമതി കേന്ദ്ര സർക്കാർ നൽകിയതാണ് BCCIക്ക്. അതേ തുടർന്നാണ് മുന്നോട്ട് പോകാൻ
പോകാനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞതും. അതുകൊണ്ട് തന്നെ അതിലൊരു തടസ്സമുണ്ടാകുമെന്ന് കരുതുന്നില്ല. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഏറ്റവും ആവേശകരമായി തന്നെ നടക്കും. അത് ഞായറാഴ്ചയാണ്, 14-ാം തീയതിയാണ്. ഞായറാഴ്ച ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമ്പോൾ ഉറപ്പായിട്ടും ക്രിക്കറ്റ് ലോകം ദുബായിലെ ആ സ്റ്റേഡിയത്തിലേക്ക് ചുരുങ്ങും. നമ്മൾ എല്ലാ കാലത്തും ആഗ്രഹിക്കുന്ന പോലെ ഇന്ത്യയുടെ ജയം അത് ആഗ്രഹിക്കാം. പക്ഷേ പാകിസ്ഥാനും 2020 ആണ്, മികച്ച ടീമാണ് പാകിസ്ഥാൻ്റേത്, നല്ലൊരു സംഘമാണ് ഇന്ത്യക്ക് നേരിടേണ്ടത്. ഇന്ത്യ ലോക ചാമ്പ്യന്മാരാണ്, ലോക ചാമ്പ്യന്മാർ, ഏഷ്യൻ ചാമ്പ്യന്മാർ. അപ്പോൾ ഇന്ത്യക്ക് ആ ഏഷ്യൻ കിരീടം അത് നേടണം. ആ ഒരു സാഹചര്യമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ജയം പ്രതീക്ഷിക്കുന്നുണ്ട് ആര്യ, നമ്മൾ ഓരോരുത്തരും. തീർച്ചയായും. എൽദോപ്പോൾ പുതുശ്ശേരിയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മറ്റു വാർത്തകളിലേക്ക് കടന്നാൽ, ഇടുക്കി കാമാക്ഷി പഞ്ചായത്തിൽ മൃഗ ഡോക്ടറുടെ സേവനം ലഭ്യമല്ലാതായതോടെ ക്ഷീര കർഷകരും കാലി വളർത്തൽ മേഖലയിലുള്ളവരും കടുത്ത പ്രതിസന്ധിയിലായി. തങ്കമണി മൃഗാശുപത്രിയിലാണ് സ്ഥിരമായി ഡോക്ടർ ഇല്ലാത്തതിനാൽ വളർത്തുമൃഗങ്ങൾക്ക് ചികിത്സ കിട്ടാതായത്. ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ അധികൃതരെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കാലി വളർത്തലിലൂടെ ഉപജീവനം നടത്തുന്ന നിരവധി പേരുണ്ട് കാമാക്ഷി പഞ്ചായത്തിൽ. 6 മാസം മുൻപുണ്ടായിരുന്ന ഡോക്ടർ സ്ഥലം മാറിപ്പോയ ശേഷം പകരം ഡോക്ടറെ നിയമിച്ചിട്ടില്ല. വെറ്റിനറി ഡോക്ടർ ഇല്ലാതായതോടെ തങ്കമണി മൃഗസംരക്ഷണ കേന്ദ്രത്തിന്റെ പ്രവർത്തനവും താളം തെറ്റി. ഞാനൊരു ക്ഷീര കർഷകനാണ്. ഇവിടെ തങ്കമണി മൃഗാശുപത്രിയിൽ ഒരു ആവശ്യത്തിന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡോക്ടറെ കാണാനില്ല. ഇവിടെ എന്തെങ്കിലും മൃഗങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അടിയന്തരമായിട്ട് സമീപിക്കാനായിട്ട് ഇവിടെ ഒരു മൃഗാശുപത്രി ഉണ്ടെങ്കിലും ഒരു ഡോക്ടറുടെ സേവനമില്ലാത്തത് ഞങ്ങൾക്ക് വളരെയേറെ ദുരിതം ചെയ്യുന്നു. കാരണം വെച്ചാൽ ഞങ്ങളിപ്പം ഒരു ആശുപത്രിക്ക് ഒരു ഡോക്ടറുടെ സേവനം വേണമെങ്കിൽ നാരേക്കാണത്തിനോ അല്ലെങ്കിൽ തടിയമ്പാടോ മുരിക്കാശ്ശേരിയോ ചെന്ന് എത്തിപ്പെടേണ്ട ഒരു അവസ്ഥയാണ്. അത് ഞങ്ങൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ അടിയന്തരമായിട്ടൊരു ഡോക്ടറുടെ സേവനം ഉറപ്പാക്കുന്നതിന് അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ ജനപ്രതിനിധികളെയും അധികൃതരെയും സമീപിച്ചെങ്കിലും നടപടിയൊന്നുമുണ്ടായില്ല. ക്ഷീരമേഖലയിൽ ഉപജീവനമാർഗം കണ്ടെത്തുന്ന നിരവധി പേരുണ്ടിവിടെ. അടിയന്തര ഘട്ടങ്ങളിൽ 18 കിലോമീറ്റർ ദൂരെയുള്ള വാഴത്തോപ്പ്, മുരിക്കാശ്ശേരി മൃഗാശുപത്രികളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് കർഷകർക്ക്. വലിയ തിരക്കുള്ള ഈ ആശുപത്രികളിൽ നിന്നും കൃത്യമായി സേവനം ലഭിക്കാറില്ലെന്നും പരാതിയുണ്ട്. അടിയന്തരമായി തങ്കമണി മൃഗാശുപത്രിയിൽ ഡോക്ടറെ നിയമിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഈ വൈബ്, ഈ കാഴ്ച ഇവിടെ വന്ന് കണ്ടാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അനുമോദോ, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇനി അടുത്ത കൊല്ലം ഇങ്ങോട്ട് വിടണോ എന്നും കൂടെ പറഞ്ഞു വെക്കുകയാണ് നമ്മുടെ ആളുകളോട്. കാരണം അത്രമാത്രം രസമുള്ള കാഴ്ച. ഈ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ പ്രത്യേകതരം താളം, ആ താളത്തിനൊത്ത് അരമണി കിലുക്കി അവരാ കുമ്പയൊക്കെ കുലുക്കി വരുന്ന വരവ് കണ്ട അത് ഒരു വേറെ ഭംഗി തന്നെയാണ്. ആ കാര്യത്തിൽ സംശയമില്ല. അത്രമേൽ രസമുള്ള ഒരു കാഴ്ച. തൃശൂർ നഗരം അക്ഷരാർത്ഥത്തിൽ വർണ്ണാഭമാകുന്നു എന്ന് പറയുന്നത് തൃശ്ശൂരിന്റെ മറ്റൊരു പൂരമാണല്ലോ അനുമോദേ. തൃശ്ശൂരിന്റെ മറ്റൊരു പൂരമാണ്. മടകളിൽ ചെന്ന് അവര് ചായ ഇടുന്നത് കാണുമ്പോഴും അവരുടെ അതൊക്കെ കാണുമ്പോ ഇത്രമാത്രം ആവേശം ഉണ്ടാവുമെന്ന് കരുതിയിരുന്നു? ഒരിക്കലും ഇല്ല. കാരണം നമ്മള് രാവിലെ വിചാരിച്ചു ഒരു പതിഞ്ഞ കാര്യത്തിൽ സാധനങ്ങൾ പോയി. നമ്മൾ കേട്ടിട്ടില്ലേ, പുലി പതുങ്ങിയിരിക്കുന്നത് അത് വെറുതെ ഇരിക്കാനല്ല, ആ കുതിപ്പാണ്, ആ പുലിയുടെ ആ കുതിപ്പാണ് നമ്മളിവിടെ കാണുന്നത്. പുലിക്കൊപ്പം ഈ നാട്ടുകാരും അവരുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അവരുടെ ഏറ്റവും വലിയ ഉത്സവം പൂരം കഴിഞ്ഞാൽ തൃശ്ശൂരുകാരുടെ ഏറ്റവും വലിയ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. ആ ഉത്സവം കാണാൻ ഇവിടെ എത്തിയ ആളുകളാണ്. ഒരു പൂഴിയിട്ടാൽ കാണാത്ത വണ്ണം അത്രമാത്രം തിക്കും തിരക്കുമാണ് ഇവിടെ. ആ ആവേശം എനർജി തന്നെയാണ് അല്ലെ ഇവിടെ ഈ പുലിക്കളിക്ക് എത്തുന്നവർക്കുള്ള ആവേശവും ഇവരുടെ കാണികളുടെ ഒരു ആവേശം തന്നെയാണ്. അവരുടെ ഒരു എനർജി തന്നെയാണ്. അത് തന്നെയാണ് നമുക്ക് ഇവിടെ വീണ്ടും വീണ്ടും വരാൻ തോന്നുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. അതൊരു വല്ലാത്തൊരു ആവേശമാണ്. അതിൽ പറഞ്ഞറിയിക്കാൻ മേൽ നമ്മൾ തുടക്കം മുതലേ പറയുന്നുണ്ട് വർണ്ണാഭമായ കാഴ്ച, വർണ്ണാഭമായ കാഴ്ച എന്ന്. എനിക്ക് തോന്നുന്നു ആ വാക്കൊന്നും മതിയാവില്ല. അത്രമേൽ ഭംഗിയുള്ള കാഴ്ചയാണ്. നമ്മൾ കാട്ടിൽ നിന്ന് കാണാത്ത കുറെ പുലികളെ അടക്കം സിംഹങ്ങളും ഉണ്ട്. അത് കാടാകുമ്പോ സിംഹം ഉണ്ടാകും, സ്വാഭാവികമാണ്. പുലി മാത്രമല്ല, കൂട്ടത്തിൽ വമ്പൻ ഞാൻ എന്ന് പറഞ്ഞ് ഓരോ ദേശക്കാർക്കും വ്യത്യസ്തമായ പുലികളുണ്ട് ആ കൂട്ടത്തിൽ. അത് മാത്രമല്ല, ഞാൻ സീതാറാമിൽ പോയപ്പോ അവിടെ ജയനെ കണ്ടു. കാട്ടിലൊരു ജയനോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോയി. അത്തരത്തിൽ എങ്ങനെയൊക്കെ ഓരോ ദേശത്തിനെയും വ്യത്യസ്തമാക്കാം. അതാണ് ഈ അത്ഭുതമാണ്. അതെ, പുലിമടയിൽ പുലികൾക്ക് മാത്രമല്ല, കണ്ടോ, ഞങ്ങൾ കുറച്ചു പേർക്കും കൂടെ
കാര്യമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ കളറാക്കുകയാണ്. ഈ വൈബ്, ഈ കാഴ്ച ഇവിടെ വന്ന് കണ്ടാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ അനുമോദോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, പക്ഷേ ഇനി അടുത്ത കൊല്ലം ഇങ്ങോട്ട് വിടണോ എന്നും കൂടെ പറഞ്ഞു വെക്കുകയാണ് നമ്മുടെ ആളുകളോട്. കാരണം അത്രമാത്രം രസമുള്ള കാഴ്ച. ഈ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ പ്രത്യേകതരം താളം, ആ താളത്തിനൊത്ത് അരമണി കിളുക്കി അവരാ കുമ്പയൊക്കെ കുലുക്കി വരുന്ന വരവ് കണ്ട അത് ഒരു വേറെ ഭംഗി തന്നെയാണ്. ആ കാര്യത്തിൽ സംശയമില്ല. അത്രമേൽ രസമുള്ള ഒരു കാഴ്ച. തൃശൂർ നഗരം അക്ഷരാർത്ഥത്തിൽ വർണ്ണാഭമാകുന്നു എന്ന് പറയുന്നത് തൃശൂരിന്റെ മറ്റൊരു പൂരമാണല്ലോ അനുമോദേ. തൃശൂരിന്റെ മറ്റൊരു പൂരമാണ്. മടകളിൽ ചെന്ന് അവര് ചായ ഇടുന്നത് കാണുമ്പോഴും അവരുടെ അതൊക്കെ കാണുമ്പോൾ ഇത്രമാത്രം ആവേശം ഉണ്ടാവുമെന്ന് കരുതിയിരുന്നു? ഒരിക്കലും ഇല്ല. കാരണം നമ്മള് രാവിലെ വിചാരിച്ചു ഒരു രാവിലെ തുടരുകയാണ്. വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ പാലക്കാട് കൊല്ലങ്കോട് വിദ്യാർത്ഥിയെ മലമുകളിൽ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലങ്കോട് രാജാ സ്കൂളിലെ +2 വിദ്യാർത്ഥി ഗോപികയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം കണ്ടത് വീട്ടിൽ നിന്ന് 500 മീറ്റർ അകലെയുള്ള കള്ളിയംപാറ മലമുകളിലാണ്. ആത്മഹത്യ ചെയ്തതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. കൊല്ലങ്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഭർത്താവിന്റെ ആസിഡ് ആക്രമണത്തിൽ പൊള്ളലേറ്റ് മരിച്ച കണ്ണൂർ സ്വദേശി നിജിതയുടെ മക്കൾക്ക് അടിമാലിയിൽ സ്നേഹ വീടൊരുങ്ങി. അടിമാലി 1000 ഏക്കറിലാണ് സുമനസ്സുകളുടെ സഹായത്തോടെ സ്നേഹ വീട് പൂർത്തീകരിച്ചത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA സ്നേഹ വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു. 2022 നിജിതയ്ക്ക് നേരെ ആസിഡാക്രമണമുണ്ടായത്. ഭർത്താവിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ നിജിത പിന്നീട് മരണത്തിന് കീഴടങ്ങി. നിജിതയുടെ മക്കൾക്കിന്ന് സ്നേഹത്തിന്റെ തണലൊരുങ്ങിയിരിക്കുകയാണ്. ഇനി മുതൽ അടച്ചുറപ്പുള്ള വീട്ടിൽ ഇവർക്ക് സമാധാനമായി ഉറങ്ങാം. അടിമാലി 1000 ഏക്കറിൽ സുമനസ്സുകൾ കൈകോർത്തതോടെയാണ് സ്നേഹവീട് യാഥാർത്ഥ്യമായത്. നിജിതയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിനിടെ പരുക്കേറ്റ കുട്ടികളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത് പൊള്ളലിന് ചികിത്സിക്കുന്ന അടിമാലി 200 ഏക്കറിൽ പ്രവർത്തിക്കുന്ന സ്നേഹ സാന്ത്വനമാണ്. സ്ഥാപന ഉടമ വൈദ്യരത്നം ജോർജ് ഫിലിപ്പ് വൈദ്യർ നിജിതയുടെ മക്കൾക്ക് വീട് വയ്ക്കാൻ 5 സെന്റ് ഭൂമി നൽകി. ഈ സ്ഥലത്താണ് നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് വീട് നിർമ്മിച്ചത്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിൽ ഇടമില്ല എന്ന് മലയാളികൾ കേട്ട പാട്ട് ഇപ്പോഴും അതിൻ്റെ അർത്ഥതലങ്ങൾ നിലനിൽക്കുകയാണ്. അവിടെയാണ് വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കാനുള്ള സ്ഥലം നൽകി മനോഹരമായ, സാധാരണഗതിയിൽ സ്നേഹ വീടുകളുടെ പലതിൻ്റെയും താക്കോൽദാന ചടങ്ങുകളിൽ നമ്മൾ സംബന്ധിക്കാറുണ്ട്. പക്ഷെ അതിനേക്കാളെല്ലാം മെച്ചപ്പെട്ട മനോഹരമായ, ഭംഗിയുള്ള, വൃത്തിയുള്ള, ഉറപ്പുള്ള, എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വീട് അളകനന്ദയ്ക്കും സഹോദരനും വല്യമ്മയ്ക്കുമായിട്ട് നിർമ്മിച്ച് നൽകി. എൻ്റെ നിർമ്മാണ കമ്മിറ്റി ശ്രീ ജോർജ്, അതുപോലെ ഇവിടുത്തെ മിസ്റ്റേഴ്സ്, അവരുടെ എല്ലാം നേതൃത്വത്തിൽ, നിരവധി ആളുകളുടെ സഹകരണത്തിൽ എല്ലാവർക്കും ഞാൻ പ്രത്യേകമായ നന്ദിയും അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അറിയിക്കുന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ സ്നേഹവീടിന്റെ ആശീർവാദ കർമ്മം നിർവഹിച്ചു. ഫാദർ എൽദോസ് കുറ്റപ്പാല കോർ എപ്പിസ്കോപ്പ, വിവിധ വൈദികർ, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 ഇടുക്കി. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയുടെ പ്രവർത്തനം നിലച്ചിട്ട് 1 മാസമായി. കാലപ്പഴക്കത്താൽ ഫ്രീസറിന്റെ കംപ്രസർ യൂണിറ്റ് തകരാറിലായതാണ് പ്രതിസന്ധി. മൃതദേഹങ്ങൾ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമാണ് നിലവിൽ. താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ 4 ഫ്രീസർ യൂണിറ്റ് ഉണ്ട്. ഒരു ദിവസത്തേക്ക് 600 രൂപയാണ് വാടക. സ്വകാര്യ ആശുപത്രികളിൽ ഒരു ഫ്രീസറിന് 1500 രൂപ വരെ ഈടാക്കും. ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയുടെ പ്രവർത്തനം നിലച്ചിട്ട് 1 മാസമായി. കാലപ്പഴക്കത്താലാണ് കംപ്രസർ യൂണിറ്റ് തകരാറിലായത്. ഇത് പുനഃസ്ഥാപിച്ചാൽ മാത്രമേ ഫ്രീസറിന്റെ പ്രവർത്തനം സാധാരണ നിലയിലാകൂ. ഇതിനായി കൂടുതൽ സമയം ഇനിയും വേണ്ടിവരും. അതുവരെ വലിയ തുക നൽകി മൃതദേഹം സ്വകാര്യ ആശുപത്രികളിൽ സൂക്ഷിക്കേണ്ടി വരുമെന്നതാണ് ബുദ്ധിമുട്ട്. കംപ്രസർ യൂണിറ്റ് മാറ്റിവെച്ചാൽ മാത്രമേ ഫ്രീസർ പ്രവർത്തനക്ഷമമാകൂ. ഇതിനായി കൊട്ടേഷൻ വിളിച്ചിരുന്നു. 1 ലക്ഷം രൂപയിൽ താഴെയുള്ള പ്രവൃത്തികളാണെങ്കിൽ ആശുപത്രി അധികൃതർക്ക് സ്വന്തം നിലയിൽ ചെയ്യാൻ കഴിയും. അതിനു മുകളിലാണെങ്കിൽ ടെൻഡർ നൽകണം. കൊട്ടേഷൻ നൽകിയിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം 1 ലക്ഷത്തിന് മുകളിലാണ് തുക നൽകിയിട്ടുള്ളത്. തകരാർ പരിഹരിക്കാൻ ഇനിയും കാലതാമസമുണ്ടാകുമെന്നാണ് സൂചന. അതുവരെ മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ സ്വകാര്യ സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ന്യൂസ് 18 കായംകുളം.
നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന റോഡ് തകർന്നതോടെ വലിയ ദുരിതത്തിലാണ് കായംകുളം നിവാസികൾ. കായംകുളം വില്ലേജ് ഓഫീസ് തോപ്പിൽ ആശുപത്രി റോഡാണ് തകർന്ന് തരിപ്പണമായത്. ഫണ്ട് അനുവദിച്ചിട്ടും പണി തുടങ്ങാത്തതിനാലാണ് നാട്ടുകാർക്ക് പ്രതിഷേധം. ദേശീയപാതയിൽ നിന്ന് കായംകുളം പുതിയിടം ഭാഗത്തേക്ക് എത്തുന്ന വില്ലേജ് ഓഫീസ് തോപ്പിൽ ആശുപത്രി റോഡിനാണ് ഈ ദുരവസ്ഥ. റോഡ് തകർന്നിട്ട് കാലങ്ങളായി. പുനർനിർമ്മിക്കാൻ 45 ലക്ഷം രൂപ അനുവദിച്ചു. പക്ഷേ പ്രവൃത്തി തുടങ്ങിയിട്ടില്ല. വെള്ളക്കെട്ടുള്ള ഭാഗത്ത് കട്ടപ്പാകുന്നതിനും റോഡ് ടാർ ചെയ്യാനുമാണ് തുക അനുവദിച്ചത്. 700 മീറ്റർ നീളമുള്ള റോഡാണിത്. കരാർ എടുക്കാൻ ആരും തയ്യാറാകാത്തതാണ് നിലവിലെ പ്രതിസന്ധി. തോപ്പിൽ നഴ്സിംഗ് ഹോം മുതൽ വില്ലേജ് ഓഫീസ് വരെയും സെന്റ് മേരീസ് സ്കൂളിന് സമീപവും റോഡ് തകർന്നു കിടക്കുകയാണ്. മഴ പെയ്താൽ ഇതുവഴി യാത്ര ചെയ്യാനേ സാധിക്കില്ല. തോപ്പിൽ നഴ്സിംഗ് ഹോമിന് സമീപം നിന്ന് ആരംഭിച്ച് വില്ലേജ് ഓഫീസ് വരെയുള്ള റോഡുകൾ കഴിഞ്ഞ 3 വർഷക്കാലമായി യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനം നടക്കാതെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. മഴക്കാലമായാൽ തന്നെ ഇവിടെ നിന്ന് ഏറെ ദുർഘടമാണ് ഇവിടെ നിന്ന് യാത്ര ചെയ്യാൻ. അതേകൂട്ട് തന്നെ നമ്മുടെ സെന്റ് മേരീസിന്റെ അവിടെ നിന്ന് ആരംഭിച്ച് മുനിസിപ്പൽ സെക്രട്ടറി താമസിക്കുന്ന റോഡ് വരെയുള്ള റോഡും ഈ 34-ാം വാർഡിൽ പൊളിഞ്ഞു കിടക്കുകയാണ്. ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷമായി. ഹൈവേ പാലസിന്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശമാണ് ഈ റോഡ്. ആയതിനാൽ നല്ല രീതിയിൽ ഈ റോഡിന് ബലഹീനതയുണ്ട്. കുഴിയും കുണ്ടുമായി കിടക്കുന്നു. അത് ഞാൻ സമ്മതിക്കുന്നുമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ കയറിയ ആ പ്രാവശ്യം തന്നെ MLAക്ക് ഇതിൻ്റെ ലെറ്റർ കൊടുത്തതാണ് ഇത് പരിഗണിക്കാൻ. നഗരസഭയിലെ 33-34 വാർഡുകളിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത്. റോഡിൽ നിറയെ കുഴികളാണ്. വശങ്ങളിൽ ഓടയുണ്ടെങ്കിലും വെള്ളം ഓടയിലേക്ക് ഒഴുകിപ്പോകുന്നില്ല. ഇരുചക്ര വാഹനങ്ങളിലും സൈക്കിളുകളിലും യാത്ര ചെയ്യുന്നവർ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നതും പതിവ്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ദിവസവും 100 കണക്കിന് പേർ ആശ്രയിക്കുന്നതാണ് ഈ റോഡ്. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ കായംകുളം വില്ലേജ് ഓഫീസിന് സമീപം അടുത്തിടെ പ്രതിഷേധം നടത്തിയിരുന്നു. പക്ഷേ റോഡ് എന്ന് നന്നാകുമെന്ന് പറയാൻ അധികൃതർക്കും ആകുന്നില്ല. ന്യൂസ് 18 കായംകുളം. ഇനി നമുക്ക് നല്ലൊരു മനസ്സിനുടമയെ പരിചയപ്പെടാം. പാലക്കാട് പട്ടാമ്പിയിൽ കളഞ്ഞു കിട്ടിയ ബാഗ് പോലീസിൽ ഏൽപ്പിച്ച യുവാവ്. ബാഗിൽ 15 പവനോളം സ്വർണ്ണാഭരണവും പണവും ഉണ്ടായിരുന്നു. അബ്ദുൾ ഷബാദ് എന്ന യുവാവാണ് മാതൃകയായത്. അന്വേഷണത്തിൽ ബാഗിന്റെ ഉടമയെയും കണ്ടെത്തി. രാത്രിയിൽ പട്ടാമ്പി കൽപ്പക ജംഗ്ഷന് സമീപത്തു നിന്നാണ് ഓങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ ഷബാദിന് ബാഗ് ലഭിച്ചത്. ഉള്ളിൽ സ്വർണവും പണവും രേഖകളും കണ്ടതിനാൽ വിവരം പട്ടാമ്പി പോലീസിനെ അറിയിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ബാഗ് പട്ടാമ്പി സ്വദേശി ബിന്ദുവിൻ്റേതാണെന്ന് കണ്ടെത്തി. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ബാഗ് നഷ്ടമായത്. ഉടമയെ കണ്ടെത്തി എന്നറിഞ്ഞ സബാദ് ബാഗ് CI അൻഷാദിന് കൈമാറി. മാതൃകാ പ്രവർത്തനം നടത്തിയ യുവാവിനെ പോലീസുകാർ അനുമോദിച്ചു. അദ്ദേഹം ഇന്നലെ യാത്ര ചെയ്യുന്ന സമയത്ത് വീണ് കിട്ടിയൊരു ബാഗ് നമ്മുടെ പള്ളിയുടെ പട്ടാമ്പി പള്ളിയുടെ അപ്പുറത്തുനിന്ന് കിട്ടിയ ബാഗ്. അതിൽ അദ്ദേഹം തുറന്നു നോക്കിയ സമയത്ത് ഒരു വ്യക്തിയുടെ ഏകദേശം 10 പവനോളം സ്വർണ്ണങ്ങളും പിന്നെ പൈസ അടങ്ങിയ ബാഗാണ് ഇപ്പോൾ തന്നെ നിലവിൽ നമുക്ക് അറിയിട്ടുള്ളത്. ഈ കൂടുതൽ കാര്യങ്ങൾ ഇതിന്റെ ഓണറെ കണ്ടെത്തി നൽകുന്നവരെയും അദ്ദേഹം ഇത് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞത് പട്ടാമ്പിക്കാർക്ക് തന്നെ ഏറ്റവും അഭിമാനിക്കാവുന്ന നേട്ടമാകുന്ന ഒരു പ്രവൃത്തിയാണ്. ബിന്ദുവും സഹോദരി സുജാതയും കുടുംബസമേതം ഝാർഖണ്ഡിലേക്ക് പോകുന്നതിനിടെയാണ് ബാഗ് നഷ്ടപ്പെട്ടത്. ബാഗിൽ 15 പവനോളം സ്വർണ്ണാഭരണങ്ങളും വസ്ത്രവും ആധാർ, ATM, ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ പ്രധാന രേഖകളും ഉണ്ടായിരുന്നു. ബാഗ് നഷ്ടമായ വിവരം സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 പട്ടാമ്പി. ഇനി നമ്മൾ പോകുന്നത് സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ്. രാവിലെയിൽ സ്പെഷ്യൽ ഡേയിൽ ആരൊക്കെയാണ് എത്തിയിട്ടുള്ളത് എന്ന് നോക്കാം. കണ്ണൂർ ഇരിട്ടി സ്വദേശികളായ അജ്നയുടെയും ധനേഷിന്റെയും വിവാഹ വാർഷികമാണിന്ന്. അപ്പോൾ അജ്നയ്ക്കും ധനേഷിനും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ന്യൂസ് 18 കുടുംബവും. വെരി ഹാപ്പി ആനിവേഴ്സറി. അപ്പോൾ നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ കാണാം. പോലീസ് പെട്രോളിൽ ടോം കുര്യാക്കോസ് ചേരും.